ആത്മാവിൻ്റെ ഫലം എന്ന് പറയുന്ന 9 മോറൽ വെർച്യൂസ്. ആ വെർച്യൂസ് മാത്രം, ധാർമ്മിക ഗുണങ്ങൾ, സാൻമാർഗിക ഗുണങ്ങൾ, മോറൽ വെർച്യൂസ് എന്ന് പറയുന്ന ഈ 9 കാര്യം മാത്രം അടർത്തിയെടുത്ത് പഠിച്ചാൽ അതിൽ പ്രത്യേകതയൊന്നുമില്ല. അതാണ് ഞാൻ രാവിലെ പറഞ്ഞത്. പക്ഷേ അത് എന്തിൻ്റെ ഫലമാണെന്ന് മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ബലമായുള്ള ഇതാണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ അതാണ് ഒരു ഫ്രെയിം, ഈ ചട്ടക്കൂടിൻ്റെ ഒരു ഭാഗം, അല്ലെങ്കിൽ ഒരു സൈഡ്. മറ്റേത് ഇവയ്ക്കെതിരായി അല്ലെങ്കിൽ ഇതിനുപരിയായി വേറെ ന്യായപ്രമാണവുമില്ല. അപ്പോൾ ആത്മാവും ന്യായപ്രമാണവും എന്നുള്ള, അല്ലെങ്കിൽ ആത്മാവിൻ്റെ പ്രവർത്തനവും ന്യായപ്രമാണത്തിൻ്റെ പരിമിതിയും, ഇതിൻ്റെ വെളിച്ചത്തിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആത്മാവിനെക്കുറിച്ച് പല കാര്യങ്ങൾ പറഞ്ഞത്. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സിസ്റ്റമാറ്റൈസ് ചെയ്ത് അതിൽ ഒരു വ്യവസ്ഥാപരമായ ഒരു ഘടനയിൽ അതിനെ വിശദീകരിച്ച ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. ജോൺ വെസ്ലി പറഞ്ഞ 4 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് രാവിലെ ചിന്തിച്ചത്. 4ാമത്തെ പറയുന്നതിന് മുമ്പേ മീറ്റിംഗ് നിർത്തേണ്ടി വന്നു. 1, കൺവിക്ഷൻ ഓഫ് സിൻ, പാപത്തെക്കുറിച്ചുള്ള ബോധം. ഇത് ദൈവാത്മാവിൻ്റെ പ്രവർത്തനമായിട്ട് നമുക്ക് കാണണം. ഞാൻ വെസ്ലിയിലേക്ക് ചുരുക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറയുകയുണ്ടായി, ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഇങ്ങനെയൊന്നും പരിമിതപ്പെട്ടിയല്ല ചിന്തിക്കുന്നത്. അലക്സാണ്ടർ ബോഫ് എന്ന് പറയുന്ന ഒരു ചിന്തകനുണ്ട്. അദ്ദേഹം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുള്ളൊരു മനുഷ്യൻ. ഞാൻ കുറേയൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷെ അയാൾ പറയുന്ന ഒരു കാര്യം എന്നെ വളരെ ടച്ച് ചെയ്തു. അയാൾ പറയുന്നത് ഒരു വിശ്വാസിയല്ല, ഒരു ക്രിസ്ത്യൻ. അയാൾ പറഞ്ഞത് ടു നോ എനി ഡിഗ്രി ഓഫ് അഡ്വാൻസ് ഇൻ സയൻസ്, ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് മലയാളത്തിലേക്ക് മാറ്റാം. ടു അണ്ടർസ്റ്റാൻഡ്, ടു കോംപ്രിഹെൻഡ് എനി ഡിഗ്രി ഓഫ് ഡെവലപ്മെൻറ്റ് ഇൻ സയൻസ് യു നീഡ് ദ ഹെൽപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. എന്ന് വെച്ചാൽ ശാസ്ത്രത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ ശാസ്ത്ര വിഷയങ്ങളിലുണ്ടാകുന്ന ഒരു ചെറിയ വർദ്ധിക്കുന്ന അറിവ് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടായേ പറ്റും. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, വിശ്വാസികളിൽ മാത്രമല്ല, സഭയ്ക്കുള്ളിൽ മാത്രമല്ല, മറ്റെല്ലാ രംഗങ്ങളിലും എന്ത് പ്രവർത്തിക്കുന്നു? പരിശുദ്ധാത്മാവ് വ്യാപനമുണ്ട്. തിരഞ്ഞെടുപ്പിൽ നമുക്കത് മനസ്സിലാവില്ലെന്നേ ഉള്ളൂ, അല്ലേ? ചിലപ്പോൾ നമ്മൾ വിചാരിച്ച് പോയായിരിക്കില്ല തിരഞ്ഞെടുപ്പൊക്കെ നടന്നത്, നമ്മൾ വിചാരിച്ച് വോട്ട് ചെയ്തവരായിരിക്കില്ലേ ജയിക്കുന്നത്. പക്ഷേ അതിലും ദൈവാത്മാവിൻ്റെ എന്തുണ്ടെന്നാണ് പറയണേ, പ്രവർത്തനമുണ്ട്. നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയില്ലെന്നേ ഉള്ളൂ. അദ്ദേഹം പറയുന്ന ഒരു ഉദാഹരണം, ഈ അഗ്നിപർവ്വതങ്ങൾക്കുള്ളിൽ 400 ഡിഗ്രി സെൽഷ്യസ്, അതായത് സാധാരണഗതിയിൽ വെള്ളം തിളയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന 100 ഡിഗ്രി സെൽഷ്യസിൻ്റെ 4 ഇരട്ടി ചൂടിൽ എന്തുണ്ട്? ഉള്ള കാര്യം പറയുന്നേ, ചെമ്മീനുകൾ ജീവിക്കുന്നുണ്ട് ലാവയിൽ. അതെന്താണെന്ന് ശാസ്ത്രം മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ അലക്സാണ്ടർ ബോഫ് പറഞ്ഞ അങ്ങനെയുള്ള ശാസ്ത്രത്തിനെ വിശദീകരിക്കാൻ വയ്യാത്ത വിസ്മരണീയമായ പല അത്ഭുതങ്ങളും നടക്കുന്നുണ്ട് ഈ ലോകത്ത്. അത് മനസ്സിലാക്കാനും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം വേണം. അത് മനസ്സിലാക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ്, അതില്ലാതെ പറ്റില്ല. സൃഷ്ടാവായ തൃത്വത്തിൽ നിന്ന് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സയൻസും തമ്മിലുള്ള ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പരിശുദ്ധമായി 4ആയിട്ട് ഞാൻ ചുരുക്കുകയല്ല, വളരെ വിപുലമായ ഒരു കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം. പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുന്നു. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു കുടുംബം കുടുംബത്തിൽ നിന്ന് എഴുതിയ സമൂഹം എഴുതി തള്ളിയ ഒരു കുറ്റവാളിയോ ഒരു കഠിനപാപിയോ, അങ്ങനത്തെ പാപമൊന്നുമില്ല, എല്ലാ പാപവും കഠിനമോ. പക്ഷേ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ അവൻ രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വന്നിരുമ്പോൾ അവൻ്റെ പൂർവ്വകാലത്തേക്കാൾ ഉപരിയായി നന്നായി അവൻ ജീവിക്കുന്ന അവസരത്തിൽ അതിൻ്റെ പുറകിൽ ആരുടെ പ്രവർത്തനമുണ്ട്? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ട്. പക്ഷെ നമ്മളതിനെ അവഗണിക്കാറാണ് സാധാരണഗതിയിൽ. നമ്മൾ അവന് കർത്താവിലേക്ക് വന്നവൻ്റെ മേന്മയായിട്ട് നേട്ടമായിട്ട് നമ്മളതിനെ കാണാറുള്ളൂ. അതേസമയത്ത് ഞാൻ വീണ്ടും ഒന്നുകൂടെ ആവർത്തിക്കുക, ആരെങ്കിലും പെട്ടെന്ന് ആവർത്തിച്ച് പോവാം. 2, അഷുറൻസ് ഓഫ് സാൽവേഷൻ, അതായത് രക്ഷയെക്കുറിച്ചുള്ള ഉറപ്പ്. ഭദ്രതയല്ല അന്ന് ഞാൻ പറഞ്ഞു, രാവിലെ ഞാൻ പറഞ്ഞു. ഉറപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ടാണോ എന്നൊരു സംശയം.
പലർക്കും ഉണ്ടാകുന്നത് അവർ പഴയ ദുശ്ശീലങ്ങൾ പലപ്പോഴും അവരതിൽ പെട്ടുപോകും. ഞാൻ എൻ്റെ സഭാ ശുശ്രൂഷ കാലത്ത് എന്നോടൊരാൾ പറഞ്ഞു, പാസ്റ്ററേ, ഞാൻ രഹസ്യമായിട്ട് എന്നോട് പറഞ്ഞ് ഞാൻ അറിയാതെ വല്ലപ്പോഴൊക്കെ ഞാൻ സിഗരറ്റ് വലിക്കും. ഞാനെന്താ പറയണ്ടേ? സിഗരറ്റ് വലിച്ചോളാൻ പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ പുള്ളി പറഞ്ഞു, ഐ ആം സ്റ്റിൽ സ്ട്രഗിളിങ്, ഞാൻ ഒത്തിരി വിഷമിക്കുന്നുണ്ട് ആ വിഷയത്തിൽ. എന്തിന്? ഇത് തെറ്റാണെന്നും ഇത് നിർത്തണമെന്നും ഇത് എനിക്ക് ദൈവകൃപയ്ക്ക് യോജിക്കുന്നതല്ലെന്നൊക്കെ എനിക്കറിയാം. ഞാൻ പറഞ്ഞു, ബ്രദർ, കീപ് സ്ട്രഗിളിങ്. പക്ഷെ അത് എന്താണ് അയാളുടെ ജീവിതത്തിൽ? എന്താ ജീവിതത്തിൽ? രക്ഷയെ സംശയിക്കാൻ. ഞാൻ പറഞ്ഞു, രക്ഷയെ സംശയിക്കൊന്നും വേണ്ട. പിതാവ്, നമ്മൾ വാക്യം വായിച്ചല്ലോ, അഭാപിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചിരിക്കുക. അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ചിലപ്പോൾ എന്നോട് ഞാൻ ഒരുപാട് കാലങ്ങൾ ചെറുപ്പക്കാരെ പ്രവർത്തിച്ചതാണ്. അതായത് ക്രിസ്തീയ കുടുംബങ്ങളിൽ ജനിച്ചവരല്ല, ഹൈന്ദവ കുടുംബങ്ങളിലും മുസ്ലിം കുടുംബങ്ങളിലും ഒക്കെ രക്ഷിക്കപ്പെട്ട എൻ്റെ ഈ കൈകൊണ്ട് എനിക്ക് ഇന്ത്യയിലെ എല്ലാ മതത്തിലുള്ള ഒരാളെങ്കിലും സ്ഥാനപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബുദ്ധമതം, സിഖ്, ഹിന്ദു, പിന്നെ അതായത് വിട്ടുപോയ മുസ്ലിം, ഒരു മുസ്ലിം അവരെ എനിക്ക് സ്ഥാനപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാം പല ചോദ്യങ്ങളാണ്. അപ്പോൾ അവർക്കെല്ലാം ഒരു രംഗം വരുന്ന അവസരത്തിൽ അവരെ കുടുംബക്കാർ പറയും, അവർക്ക് ഇച്ചിരി വട്ട, അവർക്ക് പണ്ടേ ഉള്ളതാണ്, ചെറുപ്പത്തിലേ വിളി ഇതൊക്കെ കാണിക്കാറുണ്ട്, ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പുറകെ അങ്ങോട്ട് എടുത്ത് ചാടും എന്നൊക്കെ പറയും. അവർക്ക് രക്ഷയുടെ ഉറപ്പ്. ചിലപ്പോൾ വിട്ടുകളഞ്ഞ ദുശ്ശീലങ്ങൾ എന്തെങ്കിലും ഒരു പാപം ഒരിക്കൽ കൂടെ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല, രക്ഷയെ സംശയിക്കുന്ന അനുഭവം ഉണ്ടാവും. അതുകൊണ്ട് ദുശ്ശീലങ്ങൾ വേണമെന്നോ അതിനെ ന്യായീകരിക്കുകയല്ല ഞാൻ. പക്ഷേ എന്തെങ്കിലും ഒരു അബദ്ധം ചെയ്തു പോയാൽ നമ്മൾ എവിടെ വരണം എന്നാണ് പറയുന്നത്? കർത്താവിൻ്റെ അടുക്കൽ വരണം, ശുദ്ധ മനസ്സാക്ഷിക്കായിട്ട് അവിടെ വരണം, അല്ലേ? പാപമില്ല എന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു എന്നാണ് യോഹന്നാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുന്ന അവസരത്തിൽ നമ്മുടെ അഷുറൻസ് എന്താ? സോറി കർത്താവേ, ഞാൻ നിൻ്റെ മകനാണ്, ഞാൻ നിൻ്റെ മകളാണ്, എനിക്കിങ്ങനെ ഒന്ന് പറ്റിപ്പോയി, പറയരുതാത്ത് പറഞ്ഞുപോയി, എന്നോട് ക്ഷമിക്കണം, എനിക്ക് ആ പുത്രത്വത്തിൻ്റെ ധൈര്യം, ഉറപ്പ് എനിക്ക് തരണമെന്ന് പറയാം. ആ ഉറപ്പ് തരുന്ന ആരാ? പരിശുദ്ധാത്മാവാണ്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഊന്നി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു മനുഷ്യനെ അറിയാം, എവിടെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, വളരെ മുഴുവത്തെ കാര്യമാണ്. ആ മനുഷ്യൻ സഭയിലൊക്കെ കയറി പരിശോധന പോവും, സാക്ഷി പറയും, എല്ലാം ചെയ്യും. സഭായോഗത്തിന് കയറിയിട്ട് നല്ല പ്രബോധനമൊക്കെ തരും. പക്ഷെ ആ മനുഷ്യൻ മരിക്കുന്ന അവസരത്തിൽ വളരെ ദാരുണമായ ഒരു മരണമായിരുന്നു ആ വിശ്വാസിക്ക്. ഞങ്ങളൊക്കെ ഇങ്ങനെ വളരെ മോഡലായിട്ട് കണ്ടിരുന്ന മനുഷ്യനാണ്. അതെന്താ സംഭവം? അയാൾ മരിക്കുമ്പോൾ ഭയങ്കര ഭീതിയാണ്, മുഖത്ത് മുഴുവൻ ഭീതിയാണ്, ഭയങ്കര കരച്ചിലാണ്. മരിക്കാനായിട്ട് കിടക്കുന്ന അവസരം, ആ ദിവസങ്ങളിലെ മരണത്തോടടുത്ത അവസരങ്ങളില്ല, ഭയങ്കര ഭീതി, ഭയങ്കര വിഷമം, കരച്ചിൽ, വാവിട്ട് കാര്യമൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വളർന്ന ഒരാൾ എന്നോട് പറഞ്ഞു, ഇതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെങ്കിൽ ഒരു പക്ഷേ ആ സമയത്ത് അയാളോട് പറഞ്ഞതായിരിക്കും, എന്നോട് അങ്ങനെ ഇയാളാണ് പറഞ്ഞേ. അപ്പോൾ പറഞ്ഞു, ഈ മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ഒരു മനുഷ്യനായിട്ട് അല്പം ഒരു അടിപിടിയും തള്ളും ഒക്കെ ഉണ്ടായപ്പോൾ ആ മനുഷ്യൻ മരിച്ചുപോയി. മനസ്സിലായോ? അത് ഹോമിസൈഡ് എന്നാണ് പറയുക, കൊലപാതകമല്ല, അത് ഹോമിസൈഡ്, നരഹത്യ എന്നൊക്കെ കോടതി ഭാഷ. എന്ന് വെച്ചാൽ അങ്ങനെ. പക്ഷേ പിന്നീടാണ് ഇയാൾ രക്ഷിക്കപ്പെട്ടതും. കള്ളുകുടിയനായിരുന്നു, വഴക്കാളിയായിരുന്നു, അങ്ങനെ രക്ഷിക്കപ്പെട്ടെ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് തൻ്റെ രക്ഷയെ പുള്ളിക്ക് സംശയമായിരുന്നു. എല്ലാം ദൈവം ക്ഷമിച്ചു, പക്ഷേ ഇവനെ ഞാൻ തള്ളിയപ്പോൾ വീണ് മരിച്ചു പോയത്, അല്ലെ എൻ്റെ കയ്യാൽ ഇങ്ങനെ ഒരു മനുഷ്യൻ മരിച്ചില്ലേ, ഇത് ദൈവം ക്ഷമിച്ചു എന്ന് പുള്ളിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അത് പാപം കൊണ്ട് നടക്കുക. പ്രബോധിപ്പിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും പരിശോധന നടത്തുമ്പോഴൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പാപബോധമുണ്ട്. പക്ഷേ ആ രക്ഷയുടെ അഷുറൻസ് ഇല്ല. അവിടെയാണ് അതുകൊണ്ട് ആ മരണസമയത്ത് പ്രത്യാശയ്ക്ക് പകരം ആ പുതിയ തീരത്തിൻ്റെ ബെയൂള ദേശത്തിൻ്റെ കാഴ്ചയ്ക്ക് പകരം ന്യായവിധിയായൊക്കെ വരുന്നത്. കാരണം എന്താ? അതെല്ലാം ക്രൂശിൽ ദൈവം സകലത്തെയും മായ്ച്ചു കളഞ്ഞു. ഞാനിന്നൊരു ദൈവ പൈതലാണ്. പിശാച് സംശയങ്ങൾ കൊണ്ടുവരുന്ന അവസരങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടുകൂടി ഞാൻ പറയാം, ഇതൊരു പൊതുരോഗമാണ്. പലരും വിശ്വാസത്തിൽ നിന്ന് പിന്മാറ്റത്തിലേക്ക് പോകാനുള്ള അടിസ്ഥാന രോഗം
അടിസ്ഥാന കാരണം അവരുടെ രക്ഷയെ സംശയിക്കുന്നതാണ്. അവിടെയാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. ഞാൻ നേരത്തെ ആ വാക്യങ്ങളൊക്കെ വായിച്ചില്ലേ? അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ നൽകിയിരിക്കുക. ആ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കണം എപ്പോഴും. എപ്പോഴും എന്ത് ചെയ്യണം? ഞാൻ വിശദമായിട്ട് പാസ്റ്റില്ലായിരുന്നു, ഞാൻ വിശദമായിട്ടൊരു കഥയും പറഞ്ഞു. എപ്രകാരമാണ് ഒരു ഗൾഫുകാരൻ്റെ ഭാര്യ ഗൾഫുകാരൻ കണ്ടിട്ടില്ലാത്ത മകനെ പുത്തപ്പനുണ്ടെന്ന് പറഞ്ഞ് അവനെ ബോധ്യപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും അപ്പന് വേണ്ടി കാത്തിരിക്കാൻ അവനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് പോലെ പരിശുദ്ധാത്മാവിന് ദൈവം കർത്താവ് തന്നിട്ടാണ് പോയത്. എന്തെന്ന്? നിങ്ങളുടെ രക്ഷ ഭദ്രമെന്നല്ല പറഞ്ഞത്, നിങ്ങളുടെ രക്ഷ അഷ്വേർഡ്. അത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾക്ക് വേണ്ടി നഷ്ടപ്പെടുത്താം. കണക്ക് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എസ്റ്റിമേറ്റ് ചെയ്ത് 60% എങ്കിലും വിശ്വാസികൾ ആരാധനയിലും ക്രിസ്തീയ സേവനത്തിലും ക്രിസ്തീയ ജീവിതത്തിലും മങ്ങിപ്പോയതിൻ്റെ കാരണം അവർക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഉൾവിളി കേൾക്കാൻ കഴിയാതെ പോയതാണ്. അവിടെയാണ് ഈ ശുശ്രൂഷയുണ്ട്. പെന്തക്കോസ്തുകാർക്കുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റേജസ് എല്ലാം മറന്നിട്ട് ഒരൊറ്റ അനുഭവമേ ഉള്ളൂ. ഞായറാഴ്ച വരുമ്പോൾ ആത്മാവിൽ കൈകൊട്ടി ആരാധിക്കുക. ഞായറാഴ്ച രാവിലെ വരെയുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് അവർക്ക് ബോധ്യമില്ല. മൂന്നാമത് ഞാൻ പറഞ്ഞത് ദ ഹോളി സ്പിരിറ്റ് സാങ്ക്ടിഫൈസ്, വിശുദ്ധീകരിക്കുന്നു. ഒരു പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ. ഞാൻ നേരത്തെ വായിച്ച് കേൾപ്പിച്ചു, അത് പല പ്രാവശ്യം വായിച്ച് കേൾപ്പിച്ചു. ഒന്നോട്ട് രാവിലെ വരാത്തവർക്ക് വേണ്ടി മാത്രമേ ഞാൻ ഇത് പറയുന്നുള്ളൂ. അതായത് നമ്മെ എന്ത് ചെയ്യുക? അവൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നാമും. ഇത് പുതിയ നിയമത്തിൽ മാത്രമല്ല, പഴയ നിയമത്തിലുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം നമ്മുടെ ആ പ്രോഗ്രസീവായിട്ട് അനുദിനം വിശുദ്ധീകരണം എന്ന ഒരു പ്രക്രിയയിലൂടെ നാം കടന്നു പോകേണ്ടത്. അത് ആരാ സാധ്യമാക്കുന്നത്? നോട്ടെടുത്തവർക്കൊക്കെ അറിയാം. ഞാൻ ഒരുപാട് വാക്യങ്ങൾ ഞാൻ വായിക്കുകയുണ്ടായി. അത് പരിശുദ്ധാത്മാവിനെ കഴിയുള്ളൂ. എന്ന് വെച്ചാൽ, ഇനി ഞാൻ രാവിലെ വിട്ടുപോയ ഒരു കാര്യം പറയാം. ഒരിക്കലും വിശുദ്ധീകരണം സ്വയം സാധിക്കുകയില്ല, ഒരാൾക്കും സാധിക്കുകയില്ല. നമ്മൾ സങ്കീർത്തനം 137 എന്താ വായിക്കുന്നത്? 137, 139. ദൈവമേ നീ എന്നെ ശോധന ചെയ്ത് എൻ്റെ നിലവുകളെ അറിയണമേ. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരാ നമ്മളെ ശോധന ചെയ്യേണ്ടത്? ദൈവം. നാം നമ്മെ തന്നെ ശോധന ചെയ്താൽ സെൽഫ് ജസ്റ്റിഫിക്കേഷനിലേ വരുള്ളൂ. അതായത് എനിക്ക് എൻ്റെ കുറ്റം കണ്ടെത്താൻ സാധിക്കുകയില്ല. പിന്നെ എന്തിനാ ഡോക്ടർമാർ? വേറൊരു പാർട്ടി വേണ്ടത് ചെയ്യാൻ. അതിനുവേണ്ട എക്യുപ്മെൻറ്റ്സ് വേണ്ടേ? എങ്കിൽ മാത്രമല്ലേ. സെൽഫ് റൈച്വസ്നെസ് ആണ് എന്ത്? സെൽഫ് എക്സാമിനേഷൻ കൊണ്ടുണ്ടാകുന്ന കാര്യം. സ്വയശോധന ചെയ്താൽ സ്വയനീതീകരണമേ ഉണ്ടാവുള്ളൂ. മറ്റുള്ളവരെ കൊണ്ട് നമ്മളെ ശോധന ചെയ്യിപ്പിച്ചാൽ കണ്ടംനേഷൻ ഉണ്ടാകത്തുള്ളൂ. ആരും കുറ്റമേ കാണത്തുള്ളൂ, അല്ലേ? സാധാരണഗതിയിൽ ഇപ്പോൾ ഞാനൊക്കെ ഈ പ്രസംഗിക്കാനൊക്കെ അതിനെക്കുറിച്ചൊക്കെ ആൾക്കാർ പറയുമ്പോൾ സാറിൻ്റെ 2 കാര്യം പറയും. അത് മൂന്നാമത്തെ ഒരു ദോഷം പറയാനായി. രണ്ടാമത്തെ കാര്യം ഒരു മുഖവരം മാത്രമാണെന്ന് എനിക്കറിയാം. അപ്പോൾ സെൽഫ് കണ്ടംനേഷൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ശോധന ചെയ്യുമ്പോഴാണ്. സെൽഫ് കണ്ടംനേഷൻ ഉണ്ടാകുന്നത് നമ്മൾ തമ്മിലത്തെ ശോധന ചെയ്യുമ്പോഴാണ്. അല്ലെങ്കിൽ സെൽഫ് റൈച്വസ്നെസ്സും ആകാം. പക്ഷേ ദൈവം ശോധന ചെയ്താൽ മാത്രമേ. അവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വരുന്നത്. ഇത് പഴയ നിയമം മുതലുള്ളതാണ്. നാം നമ്മെ തന്നെ നീതീകരിക്കാൻ പറ്റില്ല. അപ്പം അവിടെ സാങ്ക്ടിഫിക്കേഷൻ്റെ ആദ്യ പടി അവിടെയാണ്. പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നതാണ്, അല്ലേ? അതായിരിക്കണമെന്നാണ് സാങ്ക്ടിഫിക്കേഷൻ്റെ അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റിൻ്റെ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. നമ്മെ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തുക. ആ ബോധ്യം നേരത്തെ പറഞ്ഞുമായിട്ട് ബന്ധമുണ്ട്. ഏതാ ബോധ്യം? ആദ്യം പാപത്തെക്കുറിച്ച് ഒരു പാപിയെ രക്ഷിക്കപ്പെടാത്തതിനെ ബോധ്യപ്പെടുത്തുമ്പോൾ അവൻ രക്ഷയിലേക്ക് നയിക്കപ്പെടുന്നു. അതേസമയം ആ പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ പടിപടിയായി നാം ക്രിസ്തുവിനോട് ചേർന്ന് അവനെപ്പോലെ ആകാനായിട്ട് നാം ശ്രമിക്കുമ്പോൾ, സാങ്ക്ടിഫിക്കേഷൻ ഞാൻ രാവിലെ ഡിഫൈൻ ചെയ്തതാണ്. പ്രോഗ്രസീവ്ലി ബീയിങ് ലൈക്ക് ജീസസ്, നമ്മുടെ സ്വഭാവത്തിൽ യേശുവിനെ പോലെ ആകാമെന്നുള്ള. പക്ഷെ ഒരു കാര്യമുണ്ട്, യേശുവിനെ പോലെ ആകാൻ കുറേ പ്രിൻസിപ്പിളൊന്നും ഇതായിരുന്നു യേശു എന്നൊന്നും പറയുന്ന ഒരു ലിസ്റ്റൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല, അല്ലേ? പക്ഷേ നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്ന അല്ലെങ്കിൽ ലേഖനങ്ങളിൽ കാണുന്ന യേശുവിൻ്റെ സ്വഭാവത്തിൽ ഉപരിയായ വശങ്ങൾ
നമ്മെ കാണിച്ചു തരുന്നതാണ് പരിശുദ്ധാത്മാവ്. കാരണം ഒരു അറേബ്യയിൽ, ഏതോ ഒരു അറേബ്യൻ നാട്ടിൽ ഒരു അറബ് ഗോത്രം, മുസ്ലിം ഗോത്രം, അവർ വളരെ ഭയഭക്തിയുള്ള ഒരു മുസ്ലിം ഗോത്രം. പക്ഷേ അവരൊരിക്കലും ഈ തണ്ണിമത്തൻ കഴിക്കില്ല. തണ്ണിമത്തൻ അവർക്ക് നിഷിദ്ധമായ ഫുഡാണ്. വാട്ടർമെലൻ കഴിക്കുകയില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ടർമെലൻ കഴിക്കാം, അവരുടെ മൗലവിമാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, വാട്ടർമെലൻ കഴിക്കാം, പക്ഷെ കഴിക്കരുത്. കാരണം നമ്മുടെ പ്രവാചകൻ വാട്ടർമെലൻ കഴിച്ചത് അല്ലെങ്കിൽ തണ്ണിമത്തൻ കഴിച്ചത് കത്തി കൊണ്ട് വെട്ടിയാണോ പാറമേൽ അടിച്ചാണോ എന്ന് എന്ത് പറയുന്നില്ല, നമ്മുടെ ഖുറാനിലെ ഹദീയത്തിലൊന്നും പറയുന്നില്ല. അപ്പം അതുകൊണ്ട് അദ്ദേഹം കത്തി കൊണ്ട് മുറിച്ചാണ് കഴിച്ചതെന്ന് എങ്കിൽ നമ്മൾ പാറയിലിടിച്ച് കഴിച്ചാൽ അത് അവിടെ തെറ്റും. പാറയിലിടിച്ചാണ് അദ്ദേഹം കഴിച്ചത്, നമ്മൾ കത്തി കൊണ്ട് വെട്ടുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ലംഘിക്കുക. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്താ? അതേ ഉള്ളൂ കാരണം. പക്ഷെ അതല്ല ക്രിസ്ത്യാനിയുടെ, വിശ്വാസിയുടെ, ദൈവമകൻ്റെയും ദൈവമകളുടെയും പ്രമാണം. അപ്പോൾ ഈ കർത്താവ് ഇങ്ങനെ പറഞ്ഞാൽ അത് മാത്രം ചെയ്താൽ മതി എന്നല്ല, മനസ്സിലായോ? പക്ഷേ ഇതിലുപരിയായി ക്രിസ്തുവിനെ പോലെ ആകാൻ പരിശുദ്ധാത്മാവ് നമ്മെ പ്രേരിപ്പിക്കും. അതുകൊണ്ടാണ് കർത്താവ് അടിമകളെ മോചിച്ചിട്ടുണ്ടോ? കർത്താവ് അടിമക്കച്ചവടത്തിനെതിരായിരുന്നു. ആണെന്നും പറയാൻ പറ്റില്ല, അല്ലെന്നും പറയാൻ പറ്റില്ല. പക്ഷേ കർത്താവിൻ്റെ ഈ സുവിശേഷത്താൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ രൂപാന്തരപ്പെട്ട വിൽബർ ഫോഴ്സിനെ പോലും ജോൺ ന്യൂട്ടനെ പോലും ഉള്ള ആളുകളല്ലേ അടിമക്കച്ചവടം തെറ്റാന്ന് പഠിപ്പിച്ചത്? ഏത് അന്നത്തെ ഇതും രണ്ട് തരം അടിമക്കച്ചവടം, അത് പോട്ടെ, അതിലേക്ക് ഞാൻ കയറുന്നില്ല. പക്ഷെ മനുഷ്യ അവകാശങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മ ശക്തിയുള്ളവർ നിന്ന് തന്നുകൊണ്ട് അവർക്ക് കാലാകാലങ്ങളിൽ ക്രിസ്തു അംഗീകരിക്കാത്ത എന്താണെന്നും ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണത്തിന് ദ റോയൽ ലോ ഓഫ് ലവ്, യാക്കോബ് അങ്ങനെയാണ് പറയുന്നത്, സ്നേഹത്തിൻ്റെ രാജകീയ പ്രമാണത്തിനെതിരാണെന്ന് അവരെ കാലാകാലങ്ങളിൽ ബോധ്യപ്പെടുത്തത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അല്ലേ? പുകവലിക്കരുതെന്ന് വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? വെറ്റിലും മുറുക്കരുതെന്ന് എഴുതിയിട്ടുണ്ടോ? ഇല്ല. തെറ്റാണോ? തെറ്റല്ലേ? എന്തിന്? അതാരാ ബോധ്യപ്പെടുന്നത്? പരിശുദ്ധമാവിൻ്റെ കാലാകാലങ്ങളിൽ. ഹോളി സ്പിരിറ്റ് ഓൾവേസ് അവർ കോണ്ടംപററി എന്ന് വെച്ചാൽ നമുക്ക് സമകാലികനാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് പാപത്തെക്കുറിച്ച് ബോധ്യം വരുന്നത്. പാപത്തിൻ്റെ ഡെഫിനിഷനല്ല തന്നത്, പരിശുദ്ധമാവിൻ്റെ ശുശ്രൂഷയാണ് കാലാകാലങ്ങളിൽ പാപമെന്ന് ദൈവത്തിൻ്റെ ഹിതപ്രകാരമല്ലെന്നുള്ളതായ ഓരോ മൂല്യങ്ങളെയും ഓരോ പരിചയങ്ങളെയും പ്രവൃത്തികളെയും തെറ്റെന്ന് വിളിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഓൺഗോയിങ് മിനിസ്ട്രി ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ തുടർമാനമായ ശുശ്രൂഷ. ഇതാണ് നമ്മൾ വശംവദരാകേണ്ടത്. ഇതുകൊണ്ടാണ് പലരും പല പ്രസ്ഥാനങ്ങളും തെറ്റിപ്പോകുന്നത്. അവർക്കെല്ലാം പാപത്തിൻ്റെ ഒരു ലിസ്റ്റുണ്ട്. അത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെന്തായി? വിശുദ്ധനായി. അല്ല, നമ്മുടെ ഈ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നാം നയിക്കപ്പെടുന്നുവെങ്കിൽ, പൗലോസ് ഇനി തുടർന്നുള്ള വാക്യങ്ങളെ 5-ാം അധ്യായം വരുമ്പോൾ ആത്മാവിനാൽ നടത്തപ്പെടണം. വോക്ക് ഇൻ സ്റ്റെപ്പ് വിത്ത് ദ സ്പിരിറ്റ്. മലയാളത്തിൽ അത് വളരെ അത്ര വ്യക്തമായിട്ട് എഴുതിയിട്ടില്ല. ആത്മാവിനെ അനുസരിച്ച് നടപ്പിനെന്നാണ് പറയുന്നത്. ബട്ട് വാക്ക് ഇൻ സ്റ്റെപ്പ് വിത്ത് ദ സ്പിരിറ്റ്. ഞാൻ ഇതുവരെയും സ്പിരിറ്റിൻ്റെ ലോയുടെയും ബസ്സിൽ കയറിയില്ല. അപ്പോൾ ഈ സാങ്ക്ടിഫിക്കേഷൻ നടക്കുന്നത് ഇവിടെയാണ്, ഇങ്ങനെയാണ്. 4-ാമത്തെ, ഹോളി സ്പിരിറ്റ് എംപവേഴ്സ്. ഹോളി സ്പിരിറ്റ് എംപവേഴ്സ് us for holy living, acts of mercy and witnessing. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ എന്ത് ചെയ്യുന്നു? വിശുദ്ധ ജീവിതത്തിനായി, നേരത്തെ പറഞ്ഞ കാര്യത്തോട് ബന്ധത്തിൽ കരുണാപ്രവർത്തനങ്ങൾക്കായി, കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി, പിന്നെ സാക്ഷ്യം വഹിക്കാനായി നമ്മെ ശക്തീകരിക്കുന്നു. ഞാൻ രാവിലെ പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. ദൈവത്തിൻ്റെ ആത്മാവ് മാളിക മുറിയിൽ
ശിഷ്യന്മാരുടെ മേൽ വന്നപ്പോൾ അവർ ചെയ്ത ആദ്യത്തെ കാര്യം എന്താ? സുവിശേഷം പ്രസംഗിച്ചു അല്ലേ? 3000 പേരും പിന്നീട് 5000 പേരും അവർ സ്നാനപ്പെട്ടു, പാപമോചനത്തിനായുള്ള സ്നാനം സ്വീകരിച്ചു, സഭയോട് ചേർന്നെന്നുള്ള. പക്ഷെ വേറെ കാര്യമുണ്ട്, അവരവിടെ ചെയ്തത് കരുണാപ്രവൃത്തിയാണ്. എന്താ? വിധവമാരെയും എല്ലാവരും കൂടി ഒരുമിച്ച് എല്ലാം പൊതുവായി എണ്ണി. മാത്രമല്ല അതിൻ്റെ കൂട്ടത്തിൽ ആരും എണ്ണി? ഉള്ളതെല്ലാം പൊതുവായി എണ്ണി, ഇല്ലാത്തവരെയും അതിൻ്റെ കൂട്ടത്തിൽ അവർ ചേർത്തു. അതാരുടെ പ്രവർത്തനം അത്? അത് നമ്മൾ മറക്കും. മാളികമുറിയിലെ പ്രസംഗത്തെക്കുറിച്ച് അല്ല, ആത്മപകർച്ചയെക്കുറിച്ച് ഘോരം പ്രസംഗിക്കുകയും അങ്ങനെ നമ്മൾ ഭൂമിയെ റൂമെല്ലാം കുലുക്കണമെന്ന് പറയും. കാരണം അവിടെ ഭയങ്കര ഇതുണ്ടായിരുന്നില്ല, ഇടിമുഴക്കമൊക്കെ ഉണ്ടായിരുന്നേ പറയുന്നത്. അപ്പോൾ ഇടിമുഴക്കം ഉണ്ടാക്കിയത് പരിശുദ്ധാത്മാവാണ്, മനസ്സിലായി? നിറഞ്ഞവരൊന്നുമല്ല. അവിടെ ഇടിമുഴക്കമൊക്കെ ഉണ്ടായത് മോറിയല്ല, ഹോരേബ് പർവ്വതത്തിൽ, സീനായ് പർവ്വതത്തിൽ യഹോവ ഇറങ്ങി വന്നപ്പോൾ ഉണ്ടായ ആ പ്രതിഭാസങ്ങളെല്ലാം ആ കൊച്ച് സിയോൻ മാളിക മുറിയിൽ ആവർത്തിച്ചെന്ന് മാത്രമേ ലൂക്കോസ് അവിടെ പറയുന്നുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കുലുക്കും ഇതൊക്കെ ആൾക്കാർ പ്രസംഗിക്കുന്നതിൻ്റെ കാര്യം. കുലുക്കിയത് അവരല്ല, കുലുക്കിയത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ തെയോഫനിയാണ്, ദൈവിക തേജസ്സിൻ്റെ ദൃശ്യാവസ്ഥ. അപ്പോൾ അവിടെ പറയുന്നത് ഇതാ ഒരു സെക്കൻഡ് ലോ. പക്ഷേ ആരും എന്തു ചെയ്യരുത്? ഈ പർവ്വതത്തിനടുത്തേക്ക് വരരുത്. പക്ഷെ പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥ എന്ന് വെച്ചാൽ ഈ പർവ്വതത്തിൻ്റെ ഉള്ളിൽ, ആ എബ്രായ ലേഖകൻ പറയുന്നത് നാമോ ദ ഫസ്റ്റ് ബോൺ അല്ലേ, നമ്മൾ ആദ്യജാതന്മാരുടെ സഭയ്ക്കും, അങ്ങനെ ഒരു വാക്യല്ലേ 12-ാം അധ്യായത്തിൽ, സിയോൻ പർവ്വതത്തിനും അടുക്കലല്ല. ഏതിൻ്റെ അടുക്കലേ? സീനായിലല്ല, പക്ഷേ സിയോൻ പർവ്വതത്തിൻ്റെ. അതാ വ്യത്യാസമുണ്ട്. സീനായി എന്ന് പറഞ്ഞ് പഴയ നിയമം, സിയോൻ എന്ന് പറഞ്ഞ് പുതിയ നിയമം. അത് ഞാൻ കേട്ടത് സീനായി എന്ന് ഞാൻ കേട്ടെ. സീനായി പർവ്വതത്തിനെ നഗരമായ സിയോൻ പർവ്വതത്തിനും അനേകമായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ ആദ്യജാതന്മാരുടെ സഭയ്ക്കും. ആരായി ആദ്യജാതന്മാര്? നമ്മളെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യജാതൻ എന്ന് വെച്ചാൽ ഒരു പദവിയുള്ള, ഞാൻ അതിലേക്ക് കയറുന്നില്ല, ഒരു പ്രത്യേക പദവിയുള്ള മക്കളെയാണ് എന്ന് വിളിക്കുന്നത് ആദ്യജാതൻ. വേറൊരു കാര്യം കൂടെ പറയാം, ആദ്യജാതൻ ആദ്യം ജനിച്ചവൻ ആകണമെന്നില്ല, മനസ്സിലായോ? ആദ്യജാതൻ എന്നുള്ള പദവി വേണമെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം, കൈമാറ്റം ചെയ്യാം. അബ്രഹാമിനൊരു ആദ്യജാതൻ ഇല്ല, അവൻ്റെ സ്വന്തം ആ സമയത്താണ് അവൻ്റെ ദാസനെ ആദ്യജാതൻ്റെ അവകാശം കൊടുക്കാൻ അബ്രഹാം തീരുമാനിച്ചുറച്ചത്. അതുപോലെ എൻ്റെ അർത്ഥം സ്വന്തം മകനായിരിക്കണമെന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? പക്ഷേ ആദ്യജാതൻ ഒരു പദവിയാണെന്ന കാര്യത്തിൽ മറക്കരുത്. അവൻ്റെ ഇതാണ് സ്വത്തിൻ്റെ പകുതി എടുക്കുക, അപ്പനെ അമ്മയും മാന്യമായി കുഴിച്ചിടുന്നൊക്കെ അന്നത്തെ കാലത്തെ നിയമം. പക്ഷെ നമ്മൾ ഫസ്റ്റ് ഫ്രൂട്ടാണ്, ആദ്യ ഫലമാണ്. എബ്രായ ലേഖനം എഴുതിയാൽ പറയും നമ്മൾ ആദ്യഫലം മാത്രം, പൗലോസിൻ്റെ ഭാഷയാണ്. പൗലോസ് നമ്മൾ ആദ്യജാതന്മാരാണ്. അപ്പം നമ്മളെവിടെ വന്നിരിക്കുന്നത്? ആദ്യജാതൻ എന്ന ദൈവം നമ്മളെ കണക്കാക്കുന്ന സംഘത്തിനും 1000 ഏഞ്ചൽസ് ആൻഡ് ആർക്കേഞ്ചൽസ്, മനസ്സിലായോ? അപ്പോൾ സിയോൻ പർവ്വതത്തിനും, അവിടെ കത്തിക്കുന്ന തീയല്ല, പക്ഷെ അവിടുത്തെ തീ ശുദ്ധീകരിക്കുന്ന തീയ. ഇതാണ് പുതിയ നിയമത്തിലെ സൈനായി പർവ്വതത്തിൻ്റെ ആവർത്തനം എന്ന് പറയുന്നത്. അതാണ് അവിടെ വരുന്ന അവസരത്തിൽ എന്തു ചെയ്യുന്നു? അതൊരു പുതിയ സമൂഹം കെട്ടിപ്പടുക്കുക. അതുകൊണ്ടാണ് ഡോർക്കസ്, തബീത എന്ന് പറയുന്ന സ്ത്രീയെ മരിച്ചു പത്രോസ് അവരെ എഴുന്നേൽപ്പിക്കാൻ ചെന്നു. പക്ഷെ അവിടെ അന്യഭാഷയാണ് അവർ പറഞ്ഞത്. അല്ല, അവൾ എന്ത് ചെയ്തെന്നാ? കാരുണ്യ പ്രവർത്തനങ്ങൾ. അവൾ വിധവമാർക്ക് തുണി തയ്ച്ചു കൊടുക്കുന്ന ഒരു ജോലി അവൾ ചെയ്ത്. അപ്പോസ്തലന്മാർ ചെയ്യാത്തൊരു ജോലിയാണ്. അവർ ഭക്ഷണം കൊടുത്തു. പക്ഷെ ഡോർക്കസ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അതാണ്. 1905 പൂനെക്കടുത്ത പണ്ഡിത രാമാഭായ് അവിടെ ആത്മപകർച്ച ഉണ്ടായപ്പോൾ പണ്ഡിത രാമാഭായ് ഒരു കുറിപ്പെഴുതി. അത് അമേരിക്കയിലൊരു പത്രത്തിലാണ് വന്നത്, ഒരു ക്രിസ്ത്യൻ പത്രത്തിലാണ് വന്നത്. ഞാനത് വായിച്ചിട്ടുണ്ട് ആ പത്രം. പക്ഷേ പണ്ഡിത രാമാഭായ് പറഞ്ഞു, ഇനി നമുക്കാവശ്യം എ ബാപ്റ്റിസം ഇൻ ലവ് എന്നാണ്.
വി നീഡ് എ ബാപ്റ്റിസം ഇൻ ലവ്. എത്ര ആയിരക്കണക്കിന് വിധവന്മാർക്ക്, ബാലികാ വിധവന്മാർക്ക് ആശ്വാസം കൊടുത്തേ. നിങ്ങൾ ഇന്ന് മഹാരാഷ്ട്രയിലെ മിക്ക പട്ടണങ്ങളിലും രമാഭായി റോഡ് എന്നുള്ള റോഡില്ലാത്ത പട്ടണങ്ങൾ വളരെ ചുരുക്കമാണ്. യെസ്, പൂനെയിൽ വരെയുണ്ട് പണ്ഡിത രമാഭായി റോഡ്. അവിടെയാണ് മഹാത്മാഗാന്ധി റോഡ് കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രശസ്തിയുള്ള റോഡിൽ ഒന്നാത്. പിന്നെ തിലക് റോഡ് ഇതൊക്കെയുള്ള റോഡുകളൊക്കെ ഉണ്ട്. പക്ഷേ അതോടൊപ്പം നിൽക്കുന്ന ഒരു റോഡാണ് രമാഭായി റോഡ്. കാരണം അവർ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ടപ്പോൾ അവരെ, ഞാൻ പറഞ്ഞില്ലേ, എംപവേർഡ് ഫോർ വിറ്റ്നസിങ്, എംപവേർഡ് ഫോർ മേഴ്സി, എംപവേർഡ് ഫോർ ഹോളി ലിവിങ്. ഹോളി ലിവിങ്, നേരത്തെ ഞാൻ പറഞ്ഞ പോയിൻറ്റും ഈ പോയിൻറ്റും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം ഇതാണ്. അത് ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് ചെയ്യുന്നു? ശുദ്ധീകരണത്തിലേക്ക് നമ്മെ നയിക്കുന്നു, അല്ലെങ്കിൽ ശുദ്ധീകരണത്തിന് നമ്മെ സഹായിക്കുന്നു. ഇവിടെ സഹായം എന്നല്ല പറയുന്നത്, എംപവേഴ്സ്. നമുക്ക് 2-3 വാക്യങ്ങൾ വായിക്കാം. നമ്മളെ ശക്തീകരിക്കുക. നമ്മുടെ പാപബോധം ഉണ്ടാക്കുന്ന ആരാ? പരിശുദ്ധാത്മാവ്. പക്ഷെ അതിനൊരു ശക്തി ആർക്ക് വേണം? ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു ബിലീവറിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, പ്രായമുള്ള എന്നേക്കാൾ ഒരു 30 വയസ്സ് മൂത്ത ആളായിരുന്നു അന്ന്. അയാൾക്ക് ആ ദുശ്ശീലത്തിൽ നിന്ന് വിടാൻ, ദുശ്ശീലത്തെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാക്കുന്ന ആരാ? പരിശുദ്ധാത്മാവ്. ആ ദുശ്ശീലത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെന്നുള്ള ബോധ്യം, ആ ബോധ്യം ഉണ്ടാക്കിയത് ആരാ? സാങ്ക്ടിഫിക്കേഷൻ. അതാരാ? പരിശുദ്ധാത്മാവ്. ഇനി ആരാണ് ആ സ്വഭാവത്തിൽ നിന്ന് അയാളെ വിടുവിക്കാൻ പറ്റുന്നത്, ശക്തീകരണം നൽകുന്നത്? പരിശുദ്ധാത്മാവ്. മനസ്സിലായോ? അപ്പം നമ്മുടെ അടുത്തൊരു ഹോളി പറയാ, ദൈവദാസ, എനിക്ക് ഭയങ്കര രോഗമാണ്, എനിക്ക് മദ്യം കുടിക്കാതെ കിടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞവർ സതുപദേശം കൊടുത്തിട്ട് വിട്ടിട്ട് കാര്യമില്ല. മനസ്സിലായോ? സതുപദേശം കൊടുക്കാം. ആ സതുപദേശം അവന് പ്രാപിക്കാനോ അല്ലെങ്കിൽ നടപ്പിലാക്കാനുള്ള ശക്തി വേണ്ടേ? അതാര് കൊടുക്കും? അതാണ് പരിശുദ്ധാത്മാവ്. ഇനി അല്പം ചരിത്രം കൂടെ ഞാൻ പറയുന്നതിനോട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായില്ല. വെസ്ലി ഓക്സ്ഫോർഡിൽ ഒരു പ്രൊഫസറായിരുന്നു, വിദ്യാസമ്പന്നനായിരുന്നു, മെത്തഡിസ്റ്റുകാരനായിരുന്നു, മെത്തഡിസ്റ്റ് പുരോഹിതനായിരുന്നു. പക്ഷേ അയാൾ ഈ ഖനി തൊഴിലാളികളുടെ ഇടയിലാണ് പ്രവർത്തിച്ചത്. അതാണ് ഇതിൻ്റെ പ്രത്യേക പശ്ചാത്തലം, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഖനി തൊഴിലാളികളുടെ ഇടയിലെല്ലാം ഇയാൾ വചനം പ്രസംഗിക്കും. ഭയങ്കര കണ്ണുനീരോടും ആത്മതപനത്തോടും കൂടി ആളുകളൊക്കെ എന്ത് ചെയ്യും? മുന്നോട്ട് വരും, രക്ഷിക്കപ്പെടും, അവരെ തന്നെ അവരുടെ ജീവിതത്തിൽ സമർപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ ഖനി തൊഴിലാളികളും ഫാക്ടറി തൊഴിലാളികളുടെയും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കിട്ടുന്ന കാശ് വൈകിട്ടേ പുറ്റടിക്കും. അത് ഇന്നും അങ്ങനെ തന്നെ. ഞാൻ ഇംഗ്ലണ്ടിൽ താമസിക്കുന്ന കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. വെള്ളിയാഴ്ച ആവുന്ന അവസരത്തിൽ ഈ വർക്കേഴ്സൊക്കെ താമസിക്കുന്ന വർക്കിംഗ് ക്ലാസ്സിൻ്റെ ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ അവർ വരുമ്പോൾ അത് വൈകിട്ട് ജോലി കഴിഞ്ഞ് പോകുന്ന അവസരത്തിൽ ഒരു ക്രേറ്റ് ബിയറും മേടിക്കും. വെള്ളിയാഴ്ച പോണ നേരത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ് പറയുന്നത്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള പറഞ്ഞത് മേടിക്കും. പിന്നെ ഒരു ടാബ്ലോയിഡ്, അതായത് ഇങ്ങനെയൊക്കെ എന്താണ്, പല വിചിത്ര വാർത്തകളൊക്കെ അടിച്ചിറക്കുന്ന ടാബ്ലോയിഡ് ന്യൂസ് പേപ്പറുണ്ട്, മാസിക. അതാ ടാബ്ലോയിഡ്സ്. അവിടെയാണ് നമ്മൾ ഇതൊക്കെ കാണുന്നത്. മറ്റേ ഗോലിയാത്തിൻ്റെ തലയോട്ടി കണ്ടെടുത്തു എന്നൊക്കെ പറഞ്ഞ് വാർത്തകളൊക്കെ വരുന്നത്, അതിൻ്റെ പടമൊക്കെ കാണും. അപ്പോൾ ഇതൊക്കെ വായിച്ചോണ്ടു. അപ്പോൾ ഇത് മുഴുവൻ വായിക്കും. എവിടെ ഇരുന്നിട്ട്? ശനി ഞായറും. പള്ളിയിലൊന്നും പോവില്ല. ഈ ബിയർ മുഴുവൻ കുടിച്ച് തീർക്കുകയും ചെയ്യും, മൂത്രം ഒഴിക്കും. കാരണം അത് കുടിക്കുമ്പോൾ തന്നെ യൂറിൻ തന്നെ ഉണ്ട്. കുറേ ബിയർ കുടിക്കും. തിങ്കളാഴ്ച രാവിലെ എഴുന്നേറ്റിട്ട് ഫാക്ടറി പോവും, അല്ലെങ്കിൽ മൈനിൽ പോവും. അന്ന് ബിസിലയുടെ കാലത്ത് മൈനാണ്, ഇപ്പോൾ മൈനൊക്കെ പൂട്ടി. അപ്പോൾ ഈ സ്വഭാവത്തിൽ നിന്ന് ഒരു മാറുന്നില്ല. അപ്പോൾ വെസ്ലിക്ക് ഒരു കാര്യം മനസ്സിലായി. വൺ തിങ് ഈസ് മിസ്സിങ് ഇൻ മൈ പ്രീച്ചിങ്. ഒരു കാര്യം എൻ്റെ പ്രസംഗത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ വചനം പ്രസംഗിക്കുന്നുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ രക്ഷിക്കപ്പെടണമെന്ന് പറയുന്നുണ്ട്, ഇതെല്ലാം ഞാൻ പ്രസംഗിക്കുന്നെങ്കിലും ഒരു കാര്യം ദൈവാലോചനയെ വിട്ടുപോയിട്ടുണ്ട്. അതാണ് ദ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. വെസ്ലി മനസ്സിലാക്കി, പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്നാനം, അഭിഷേകം, ഒരു പരിവർത്തനം ഇവരുടെ ജീവിതത്തിൽ വരാത്തിടത്തോളം കാലം ഇവരുടെ മാനസാന്തരം കൊണ്ട് ഒരു ഗുണവുമില്ലെന്ന്. അങ്ങനെയാണ് ഈ വഴിക്ക് വെസ്ലി ചിന്തിക്കാൻ കാരണമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആത്മാവിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഇത്ര ആഴമായി ജോൺ വെസ്ലി പഠിപ്പിക്കാൻ കാരണം. പിന്നെ ജോൺ വെസ്ലി പഠിപ്പിക്കാൻ തുടങ്ങി എന്ത് ചെയ്യണമെന്ന്. അത് മാത്രം പോരാ, യു ഹാവ് ടു മൂവ് ഓൺ വിത്ത് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങൾ അവിടെ നിന്ന്
ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിക്കണം. അന്ന് ഇന്ന് പറയുന്നുള്ള പെന്തക്കോസ്തുകാരുടെ ഉപദേശമൊന്നും വെസ്ലി പ്രാപിച്ചിട്ടുമില്ല, പ്രസംഗിച്ചിട്ടുമില്ല. പക്ഷേ ഇതിൻ്റെ ഫൗണ്ടേഷൻ അവിടെയാണ്. ഹോളി ലിവിങ് എന്ത് വേണം? വിശുദ്ധ ജീവിതത്തിന് എന്ത് വേണം? ദൈവാത്മാവിൻ്റെ അനുദിന പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ നടന്നിരിക്കണം. അതൊരു ഓൺ ഗോയിങ് പ്രോസസ്സാണ്. ലൂക്കോസിന് സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം ഒന്ന് ആരെങ്കിലും വായിച്ചേ. വിറ്റ്നസിങ്ങിനെ കുറിച്ചാണ്. ലൂക്ക് 12:12. പറയേണ്ടത് പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവിൻ്റെ വൺ ഓഫ് ദ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ടു എക്യുപ്പ് അസ് ഫോർ പ്രൊക്ലെയിമിങ്. പറയേണ്ടത് ലൂക്ക് 12:12 പറയേണ്ടത് എന്തെന്ന് ആ നാളിൽ ആര് പഠിപ്പിക്കും? ആ നിമിഷത്തിൽ, നാളിലല്ല, ആ നിമിഷത്തിൽ നിങ്ങൾ ന്യായവിസ്താരത്തിന് മുന്നിൽ നിൽക്കുന്ന അവസരത്തിൽ എന്തു പറയേണ്ടു എന്ന് ചിന്തിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളവിടെ നിൽക്കുമ്പോൾ എന്താ പറയേണ്ടതെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. അതുകൊണ്ടുകൊണ്ടാണ് സൻഹദ്രീൻ സംഘത്തിലെ പണ്ഡിതന്മാരായ ധനവാന്മാരും പണ്ഡിതന്മാരുമാണ് സൻഹദ്രീൻ സദൂക്യരാണ് അന്ന കാലത്ത് എവിടെ ഇരുന്നിരുന്നേ? സൻഹദ്രീൻ സംഘത്തിൽ. അവരുടെ ധൈര്യം കണ്ടിട്ട് പേടിച്ചു പോയെന്നാണ് പറയുന്നത് അല്ലേ? വിസ്മയിച്ചു. ആരുടെ ധൈര്യം കണ്ടിട്ട്? പത്രോസും മറ്റ് അപ്പോസ്തലന്മാരെയും പിടിച്ച് കെട്ടിക്കൊണ്ടുവന്നിട്ട് അവർ ധൈര്യസമയം സംസാരിക്കുന്നത് കണ്ടപ്പോൾ ദൈവാത്മാവിൻ്റെ ആ ധൈര്യം, ദൈവാത്മാവ് നൽകിയ ധൈര്യം കണ്ടപ്പോൾ അതാണ് എംപവറിങ് ഫോർ വിറ്റ്നസിങ്. ഇപ്പം എന്തൊക്കെ ആരംഭകാലത്ത് വിദ്യാഭ്യാസമുള്ളവരൊന്നും അധികമൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല. പക്ഷേ ഈ നമ്മുടെ നാട്ടിലെ കാര്യം ഞാൻ പറയുന്നത്, പണ്ഡിത രമാഭായിയുടെ ആ മുക്തി മിഷനിൽ നടന്ന ഉണർവ്, ആ ഉണർവ് പോലെ പല ഉണർവുകളും അവിടെ നടന്നിട്ടുണ്ട്. ആ തൊട്ടപ്പുറത്തുള്ള ഡൗണ്ടിലും ഒക്കെ ഈ പകർച്ച ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ചരിത്രം അറിയുന്ന ഒരു പകർച്ച ഇത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അന്ന് അവിടെ ഇല്ലാതിരുന്ന മിന്നി ആംബ്രോസ് എന്ന് പറയുന്ന, ഇത് ചുരുക്കം പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പകർച്ച പലയിടത്തും നടക്കുന്നെന്ന് കേട്ടപ്പോൾ പണ്ഡിത രമാഭായി തൻ്റെ മോളും പേര് ഞാൻ മറന്നുപോയി, മോളെയും മിന്നി അമ്രാം എന്ന് പറയുന്ന ഒരു മിഷണറി, അമേരിക്കൻ മിഷണറി അവിടെ ഉണ്ടായിരുന്നു. അവരോട് പറഞ്ഞു, കപ്പൽ കയറി നിങ്ങൾ ഓസ്ട്രേലിയയിൽ പോയിട്ട് ഇവിടെ ഈ ഉണർവ് നടക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കി വരാൻ പറഞ്ഞു. കാരണം രമാഭായിക്കും ഒരു ക്രൈസിസ് ഉണ്ടായിരുന്നു. ആർക്കുള്ളതുപോലെ നമ്മൾ ജോൺ വെസ്ലിയുടെ ക്രൈസിസ് പോലെ ഒരു ക്രൈസിസ് ഉണ്ട്. കാരണം ഗ്രാമങ്ങളിൽ നിന്ന് ഭൂതം ബാധിച്ച് കുട്ടികളാണ് ഇവിടെ വരുന്നത്. ഭൂതബാധിതരും രോഗികളും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേരെ വരുന്നത്. ഇവർ പ്രാർത്ഥിച്ചിട്ട് ഇതുങ്ങൾക്ക് കാര്യമായ വിടുതലൊന്നും കിട്ടുന്നില്ല. അപ്പോൾ രമാഭായിക്ക് മനസ്സിലായി, വെസ്ലി മനസ്സിലാക്കിയതുപോലെ, വെസ്ലിയുടെ വായിച്ചൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അവർ 200 വർഷങ്ങൾക്ക് ശേഷം രമാഭായി ജീവിക്കുന്നത് തന്നെ ഈ ഇത് നടക്കുന്നത് 200 വർഷം കഴിഞ്ഞില്ല, 1905 വെസ്ലി മരിച്ച 1790. അപ്പോൾ രമാഭായി പറഞ്ഞു, ഇത് ഇവിടം കൊണ്ട് നിൽക്കില്ല, ഈ ഭൂതം വിട്ടുപോകുന്നു, പിറ്റേ ദിവസം ഭൂതം പിന്നെയും വരുന്നു, അല്ലെങ്കിൽ ഈ കൊച്ച് ദുശ്ശീലങ്ങൾ വിടുന്നു, പക്ഷേ അത് പിന്നെയും എടുക്കുന്നു. പിന്നെ ആയിരക്കണക്കിന് പിള്ളേരോ എന്നുവെച്ചാൽ ഇന്ന് നിങ്ങൾ രമാഭായി ആ ബോംബെ വഴി പോവുകയാണെങ്കിൽ രമാഭായിയുടെ മുക്തി മിഷനിൽ നിന്ന് ഇറങ്ങണം. ഞാൻ പല ആൾക്കാരെ കൊണ്ടുപോയിട്ടുണ്ട്. അവരെല്ലാം അവിടുന്ന് ദൈവത്തെ മനസ്സിലാക്കിയിട്ടാ ഞാൻ തന്നെയാണ് ഗൈഡ്. ഞാൻ പറഞ്ഞത് അത് പോട്ടെ, അവിടുത്തെ ആത്മപകർച്ചയെക്കുറിച്ച് പറയുന്ന അവസരത്തിൽ അപ്പോൾ രമാഭായിക്ക് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഓസ്ട്രേലിയയിൽ നടക്കുന്നൊരു സ്ഥലം പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾ കപ്പൽ കയറി അവിടെ പോയി അത് കണ്ട് പഠിച്ചിട്ട് പോവാ, എങ്ങനെയാണ് നമുക്കും അതുപോലൊരു ഉണർവോടെ ഉണ്ടാക്കുകയെന്ന്, പരിശുദ്ധാത്മാവിൻ്റെ ഉണർവെന്ന് പറഞ്ഞു. മിനി ആംബ്രൂസും ഷീലിക്ക് ഓർമ്മയുണ്ടോ മകളുടെ പേര്? ഇല്ല, ഓക്കെ, എൻ്റെ പെട്ടെന്ന് മനസ്സിൽ നിന്ന് പോയി. പക്ഷേ അവരും കൂടെ കപ്പലിൽ കയറി. അവിടെ എത്തുന്നതിന് മുമ്പേ ഇവിടെ 1905 ഇവിടെ ദൈവത്തിൻ്റെ ആത്മപകർച്ച നടന്നു. ഓസ്ട്രേലിയയിൽ നിന്ന് അവർ വിവരം കുറിപ്പെടുത്ത് വരുന്നതിന് മുമ്പേ ഓട്ടോമാറ്റിക്കലി ഇവിടെ വലിയ ആത്മപകർച്ച നടന്നു. ആ നടന്ന സ്ഥലവും ഞാൻ നിശ്ചയിക്കുന്ന ഇന്ന സ്ഥലത്താണെന്ന് ഞാൻ പറയാം, സ്പെസിഫിക്കലി ഞാൻ പോകുന്നതാണ്. ആ ദേവാലയം ഇന്നും നിലപ്പുണ്ട്. എന്നുവെച്ചാൽ ബർമ തേക്കിൽ തീർത്ത ഒരു ദേവാലയം. അത് അതിൻ്റെയൊക്കെ ഒരുപാട് കഥകളുണ്ട്, അത് നല്ല വിഷയം. മനോരമ ഭായ്, ഓക്കെ, ഗൂഗിൾ ചെയ്തല്ലേ, ഗുഡ്. അപ്പോൾ മനോരമ ഭായ് ആണ് പോയത്. മിന്നി ആംബ്രോസ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ ഒരു കുറിപ്പ് എഴുതി
ഒരു 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 മിഷൻ ക്രിസ്ത്യൻ ന്യൂസ് പേപ്പറിന് അമേരിക്കയിൽ. ഇതിൻ്റെ കട്ടിങ് ചിലിയിൽ വർക്ക് ചെയ്യുന്ന മിന്നി അംബ്രോസിൻ്റെ ബ്രദറിന് കിട്ടി. അവർ അമേരിക്കൻ മിഷണറി ആയിരുന്നു. അങ്ങനെ ചിലിയിൽ അപ്പോൾ അവർ വിചാരിച്ചു പൂനെയിൽ ആത്മപകർച്ച ഉണ്ടായതുപോലെ ഞങ്ങൾക്ക് ഉണ്ടാവണമെന്നും പറഞ്ഞ് ചിലിയിലെ ഒരു മെത്തഡിസ്റ്റ് ചർച്ചിലെ വാനൂസർ എന്ന് പറയുന്ന ഒരു ദൈവമനുഷ്യൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ ഒരു ആത്മപകർച്ച ഉണ്ടായി. അപ്പോൾ മെത്തഡിസ്റ്റ് സഭയിലെ കമ്മിറ്റിക്കാർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇത്ര ബഹളം വെച്ച് ആരാധിക്കുകയാണെങ്കിൽ ഞങ്ങൾ സമാധാനമായിട്ട് ഇവിടെ മുകളിൽ ആരാധിക്കാം, നിങ്ങൾ ബേസ്മെൻറ്റിൽ ആരാധിക്കാം എന്ന് ഒരു രമ്യതയിലെത്തി. അപ്പോൾ അയാൾ പറഞ്ഞു കുഴപ്പമില്ല, ഞാനിവിടെ നടത്തി താഴെ പോയി ഈ പെന്തക്കോസ് അനുഭവത്തിന് ആരാധന നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ചില മാസങ്ങൾ പോയപ്പോൾ മുകളിൽ ആളില്ലാതെ എല്ലാവരും താഴെയായി. അപ്പോൾ അവർ പറഞ്ഞു മുകളിലേക്കനെ പോയിക്കോളാം. അതുകൊണ്ട് ഇന്നും ചിലിയിലെ പെന്തക്കോസർ വിശ്വസിക്കുന്നത്, അവർ പറയുന്നത് ഞങ്ങളുടെ ആത്മീയാനുഭവം പൂനെയിൽ നിന്ന് കിട്ടിയതാണെന്നാണ്. രമാഭായിയെയാണ് അവർ അതിന് കാരണക്കാരിയായിട്ട് കാണുന്നത്. ഞാൻ പറയാൻ കൂടുന്നത്, ഈ അഭിഷേകം ഉണ്ടായി കഴിഞ്ഞപ്പോൾ, ആത്മപകർച്ച ഉണ്ടായപ്പോൾ, ആ പിള്ളേരെല്ലാം ഓൾ ദ ഗേൾസ് ലെഫ്റ്റ്. ഒരിക്കലും പൂനെയിലേക്ക് രമാഭായിയുടെ മുക്തി മിഷനിലേക്ക് തിരിച്ചു വന്നില്ല. അവരെന്തായിരുന്നു? കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഓരോ സിറ്റി ടു സിറ്റി യാത്ര ചെയ്ത് എവിടെയോ പോയി അവരവസാനിച്ചു. ഓരോരുത്തരും വിറ്റ്നസ്സിങ്, പവർ ടു വിറ്റ്നസ്. കല്യാണം കഴിക്കാത്ത ഏകരായ പെൺകുട്ടികളാണെന്ന് ഓർക്കണം. അസൂസ സ്ട്രീറ്റിൽ, ഇനി തിമോത്തിയോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7-ഉം 8-ഉം വായിക്കണമെന്ന് വായിച്ചേ. 2 തിമോത്തിയോസ്. ദറ്റ്സ് ദ സ്പിരിറ്റ് ഓഫ് എംപവർമെൻറ്റാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്ര ദൈവം നമുക്ക് തന്നത്. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ സാക്ഷ്യത്തെയും അവൻ്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്കൊത്തവണ്ണം നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാം. അതായത് നമുക്ക് 10 യൂണിറ്റ് ദൈവശക്തി ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഏത് ശക്തി? ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, പിന്നെ ഒന്നുകൂടെ പറഞ്ഞേ, സ്നേഹത്തിൻ്റെയും സത്യയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും, ഈ 3 ഉണ്ട്. അതിലേക്ക് ഞാൻ വിശദീകരിക്കുന്നത് വേറെ ദിവസമാവട്ടെ. സുബോധത്തിൻ്റെ ആത്മാവിനെ എത്ര നമ്മൾ പ്രാപിച്ചത്? ദ പവർ ടു വിറ്റ്നസ്. ഈ പവർ ടു വിറ്റ്നസ് പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ദൈവശക്തിക്ക് in proportion, direct proportion to the power you received, നിങ്ങൾ പ്രാപിച്ച ശക്തിക്ക് ഒത്തവണ്ണം. അതാണ് വിറ്റ്നസിങ്. അതാണ് രമാഭായിയുടെ മുക്തി മിഷനിലെ പെണ്ണുങ്ങളെല്ലാം ചെയ്തത്. ഞാൻ ഈയിടെ ഒരു പുസ്തകം വായിച്ചു. ആ പുസ്തകത്തിൻ്റെ പേരും ഞാൻ മറന്നുപോയി. പണ്ട് ആ പുസ്തകം പണ്ട് ഒരു 100 ചില്ലാനും വർഷം മുമ്പ് ആ പുസ്തകം എഴുതിയപ്പോൾ ആരാണ് ആ പുസ്തകം എഴുതിയതെന്ന് അതിൽ എഴുതിയിട്ടില്ല. ഓഥറിൻ്റെ പേരില്ലാതെയാണ്. ദ പ്രേയിങ് ക്രിസ്ത്യൻ, ദ നീലിങ് ക്രിസ്ത്യൻ എന്ന പുസ്തകത്തിൻ്റെ പേര്. ദ ഫസ്റ്റ് എഡിഷനിലെ ഓഥറിൻ്റെ പേരില്ല. പിന്നീട് ഇപ്പോൾ ഇറങ്ങുന്ന എഡിഷൻസിലൊക്കെ ആ നീലിങ് ക്രിസ്ത്യൻ എന്ന പ്രാർത്ഥനയെക്കുറിച്ചുള്ള ആ ഒരു പുസ്തകത്തിന് ഓഥറിൻ്റെ പേരുണ്ട്. ഓഥറിൻ്റെ പേര് എനിക്കറിഞ്ഞുകൂടാ, അതാരാന്ന് മനസ്സിലാക്കിയതുകൊണ്ട് പിന്നീടുള്ള എഡിഷൻസിൽ എഴുതിയതാണ്. അത് ഞാൻ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം വായിച്ചപ്പോഴാണ് ആ മനുഷ്യൻ എഴുതിയിരിക്കുക, കറാച്ചി എന്ന സ്ഥലത്ത് അദ്ദേഹം മിഷണറിയായി പ്രവർത്തിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മിഷൻ കോമ്പൗണ്ടിൽ ഒരു പെൺകുട്ടി വന്നു. ആ പെൺകുട്ടി അവിടെ താമസിച്ച്, ദിസ് ഗേൾ ഹാഡ് എ ഡയറി. ആ ഡയറിയിൽ കുറേ പേരുകളുണ്ട്. വളരെ ദീർഘസമയങ്ങളിൽ ഈ പേര് വെച്ച് ഈ കുട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ കുട്ടി എവിടെ നിന്ന് വന്നെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് പണ്ഡിത രമാഭായിയുടെ മുക്തി മിഷൻ അഭിഷേകം പ്രാപിച്ച പെൺകുട്ടിയാണ്. അപ്പോഴാണ് ഞാൻ ഈ ചരിത്രത്തിലേക്ക് കണ്ണികളൊക്കെ ഞാൻ കൂട്ടിയിളക്കാൻ കാരണം. ധീരതയുടെ ആത്മാവ്, ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല. ആ ശക്തിയിലാണ് അവരെന്ത് ചെയ്യുന്നത്? സുവിശേഷം പ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. കർത്താവ് മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഗോ ഈ ദെയർഫോർ, നിങ്ങൾ ലോകത്തിൽ, ഞാൻ വായിക്കേണ്ട ആ കാര്യം, നിങ്ങൾ ലോകത്തിലെ എല്ലായിടത്തും പോയി സ്ഥാനപ്പെടുത്തി അവരെന്ത് ചെയ്യണം? ശിഷ്യരാക്കിക്കൊള്ളുവേൻ. ഏതിനാ? ദൈവത്തിൻ്റെ ശക്തിയാൽ, പരിശുദ്ധമായ നാമത്തിന്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറഞ്ഞത്, ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ അസൂസ സ്ട്രീറ്റ് റിവൈവലിനെ കുറിച്ച്
ചില 1-2 സൂചനകൾ ഞാൻ പറയാതെ വിടുന്നത് ശരിയല്ല. ഞാൻ നാട്ടിലെ കാര്യമേ പറഞ്ഞുള്ളൂ. പൂനെയിലെ അസൂസ സ്ട്രീറ്റ് റിവൈവൽ എന്ന് 1906 മുതൽ തുടങ്ങി 6 വർഷത്തോളം നീണ്ടു നിന്ന, 6 വർഷത്തിലപ്പുറം നിന്നു, പക്ഷേ 6 വർഷമാണ് അതിൻ്റെ ശക്തിയായുള്ള പ്രവർത്തനങ്ങൾ നടന്നത്. അത് തുടങ്ങിയത് ഒരു മനുഷ്യനാണ്. ടോപ്പക്ക സ്കൂൾ, അന്ന് ടോപ്പക്ക സ്കൂള് ബൈബിൾ സ്കൂൾ ആത്മപകർച്ച അന്യഭാഷ അടയാളത്തോടെയാണെന്ന് നാം പറയുന്നതിൻ്റെ പ്രധാന കാരണമായ ഹിസ്റ്റോറിക്കൽ ഇവൻ്റ് അല്ലെങ്കിൽ ചരിത്ര സംഭവം നടന്ന ടോപ്പക്ക സ്കൂൾ 1901 ജാനുവരി 1-ാം തീയതി ആ സ്കൂൾ ഹൂസ്റ്റണിലോട്ട് മാറ്റിയായിരുന്നു പിന്നീട്. അപ്പോൾ അവിടെ പഠിക്കാൻ ചെന്ന ഒരു കറുത്ത വർഗ്ഗക്കാരനാണ്, നീഗ്രോ എന്ന് നമ്മൾ പറയും. ഇന്ന് നീഗ്രോ എന്ന് പറയുന്നത് പൊളിറ്റിക്കലി കറക്റ്റല്ല. ഒരു ആഫ്രിക്കൻ വംശജനാണ്. ആര്? വില്യം സേമോ. 4 അടി ഉയരമേ ഉള്ളൂ. ഒരു കണ്ണ് കാഴ്ച പോയി, വസൂരി രോഗം വന്ന ഒരു കണ്ണിൻ്റെ കാഴ്ച പോയി. മുഖം മുഴുവൻ വസൂരി കലയുടെ പടമുണ്ട്, നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്താൽ കാണാം വില്യം സേമോറിൻ്റെ പടം. വസൂരി കലയാണ്. ഈ മനുഷ്യൻ ഹൂസ്റ്റണിലോ ടോപ്പേക്കയിലോ ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ പോയി. അപ്പോൾ അവിടെ അന്ന് ഈ വർണ്ണവിവേചനം നടക്കുന്ന കാലമാണ്. കറുത്തവരും വെളുത്തവരും ഒരുമിച്ചിരിക്കാൻ പാടില്ല. കറുത്തവരും വെളുത്തവരും 2 ബസ് സ്റ്റോപ്പ് വരെ 2. ജിം ക്രോ ലോസിൻ്റെ കാലമാണ്. അന്നത്തെ അമേരിക്കയിലെ കുപ്രസിദ്ധമായ ഒരു വർണ്ണവിവേചന നിയമത്തിൻ്റെ പേരാണ് ജിം ക്രോ ലോ. അതവിടെ ഇരിക്കട്ടെ. അപ്പം അങ്ങനെയുള്ളൊരു കാലത്ത് ഇയാൾ ചെന്ന് എനിക്കും അതിനെ പറഞ്ഞു തരാമെന്ന് ചോദിച്ചു. അന്നേരം ചാൾസ് പെറാൻ പറഞ്ഞു, അയ്യോ ഇവിടുത്തെ സ്റ്റേറ്റിൻ്റെ നിയമങ്ങൾ എന്ത് ചെയ്യില്ല, ഇതിനെ അനുവദിക്കില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്തു, ഞാൻ ഈ വൈറ്റ് പിള്ളേരെ വെളുത്ത പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ അതിനപ്പുറത്ത് ജനലിലേക്ക് ഇരുന്ന് നീ പഠിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ വില്യം സേമോ എന്ത് ചെയ്തു, മെയിൻ ഹാളിലിരിക്കാൻ കറുത്തവനായതുകൊണ്ട് ഇരിക്കാൻ പറ്റാത്ത അവിടെ അപ്പുറത്ത് പോയിരുന്നത് അത്യാവശ്യം അതിനൊക്കെ പഠിച്ചു വേണ്ടത്തെ. അപ്പോൾ അങ്ങനെ ലോസ് ആഞ്ചലസിലൊരു പാസ്റ്ററുടെ ഒഴിവുണ്ടെന്ന് കേട്ടപ്പോൾ പുള്ളി ഹൂസ്റ്റണിൽ നിന്ന് മെല്ലെ കഷ്ടപ്പെട്ട് ആരൊക്കെ കൊടുത്ത പൈസ കൊണ്ടൊക്കെ ഈ ദരിദ്രനായ മനുഷ്യൻ ലോസ് ആഞ്ചലസിൽ ചെന്നു. ലോസ് ആഞ്ചലസിൽ ചെന്നപ്പോൾ അവിടെ വെച്ച് അദ്ദേഹത്തിനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട. അവർ കമ്മിറ്റി പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട. കാരണം ഒന്നാമത് കറുത്തത്, 2-4 അടി ഉയരേ ഉള്ളൂ, ഒരു കണ്ണ് കാഴ്ചയില്ല, പിന്നെ മുഖം മുഴുവൻ വസൂരുക്കല്ലേ. അവരെടുത്തില്ല. തിരിച്ചു പോകാൻ കാശുമില്ല. എന്തു ചെയ്യും? അന്നേരം പുള്ളിക്ക് താമസിക്കാൻ സ്ഥലം കൊടുത്തു. പുള്ളി അവിടെ ഒരു ഞാൻ സിറ്റിയുടെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹത്തിന് താമസിക്കാൻ സ്ഥലം കൊടുത്തു. പുള്ളി എന്നും വൈകിട്ട് എന്തു ചെയ്യും, പ്രസംഗിക്കുമായിരുന്നു. ജാക്ക് സ്ട്രീറ്റ് എന്നാണ് തോന്നുന്നു അതിൻ്റെ പേര്, ഞാൻ മറന്നുപോയ പേര്. അല്ലെങ്കിൽ ജോണി ബ്രേ എന്ന് പറയുന്ന സ്ട്രീറ്റ് വീടുണ്ട്, ആ വീട്ടിൽ ആണ് പുള്ളി താമസിച്ചത്. പുള്ളി സുവിശേഷം പ്രസംഗിക്കാൻ വീട്ടിനകത്ത് വീട് നിറഞ്ഞു, പിന്നെ ഇരിക്കാൻ സ്ഥലമില്ല. അപ്പോൾ പിന്നെ പുള്ളി അതിന് മുന്നിലൊരു ചെറിയ വരാന്ത പോലെ മരം കൊണ്ടുണ്ടാക്കുന്ന ഒരു ഇത് പറയല്ലേ, നമ്മൾ പറയല്ലേ, എന്താ നിങ്ങൾ പറയുന്നത്, ഐ ഡോണ്ട് നോ, അമേരിക്കയിൽ അവർ പറയും ഡെക്ക്. യെസ്, ഡെക്കിൽ പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഡെക്കിൽ പ്രസംഗിക്കും, പുറത്ത് റോഡിലൊക്കെ നിന്ന് ആൾക്കാർ സുവിശേഷം കേൾക്കും. ആൾക്കാർ കൂടി വന്ന് ചിലർ പാട്ട് പാടാൻ ഡെക്കിൽ കയറി ആ ഡെക്ക് പൊളിഞ്ഞു വീണു. പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ തീരുമാനിച്ചു, അസൂസ എന്ന് പറയുന്ന ഒരു ചെറിയ സ്ട്രീറ്റുണ്ട്. ആ സ്ട്രീറ്റിൽ തടിമില്ല് മരം ഈരുന്ന ഒരു കമ്പനിയുണ്ട്. അതിന് തൊട്ടൊരു റെയിൽവേ സ്റ്റേഷനുണ്ട്. അപ്പോൾ ആ മരം അതിലോട്ട് കയറ്റി കൊണ്ടുപോകാനാണ്. ആ ട്രാക്ക് ഇന്നും ഉണ്ട് അവിടെ, അതാൻ്റെ രസം. അപ്പോൾ ആ റെയിൽവേ ട്രാക്ക് കുറച്ച് ഭാഗങ്ങളിൽ നിന്ന് അവിടെയുണ്ട്. അവിടേക്ക് പുള്ളി പോയി. അപ്പോൾ താഴെ കുതിരയെ കെട്ടുന്ന സ്ഥലമാണ്. അതിന് മീതിൽ വീടെടുത്തിട്ട് പുള്ളി അതിൽ പ്രസംഗിക്കാൻ തുടങ്ങി, സുവിശേഷം പ്രസംഗിച്ചു. അതിൻ്റെ പേരാണ് അസൂസ സ്ട്രീറ്റ് റിവൈവൽ എന്ന് പറഞ്ഞാൽ. അന്ന് മുതൽ, അതിന് മുമ്പും അന്നും അതിന് ശേഷവും അവിടെ നിന്നിറങ്ങിയ മിഷണറിമാരുടെ അത്ര മിഷണറിമാർ ലോകത്തിൽ എവിടെ നിന്നും ഇറങ്ങിയിട്ടില്ല. ദ ലാർജസ്റ്റ് മിഷൻ സെൻഡിങ് റിവൈവലാണ് അസൂസ. ആ റെക്കോർഡ് ഇന്ന് വരെ മാറിയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം. കാരണം എന്താ? അവിടെ വന്ന് ആത്മാവിൽ നിറഞ്ഞവരെല്ലാം സുവിശേഷ ഘോഷണത്തിനായി ലോകമെമ്പും പോയി. എല്ലാവരും പോയത് 1 വേ ടിക്കറ്റില്ല. അന്ന് പ്ലെയിനില്ല, ഷിപ്പിലാണ് പോകുന്നത്. അന്ന് എല്ലാവരും 1 വേ ടിക്കറ്റില്ല. അതായത് അങ്ങോട്ട് പോകാൻ മാത്രം ടിക്കറ്റ് മതി, ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ. ചിലരെല്ലാം പോയത് അവർ പോകുന്ന നാടുകളിൽ, ആഫ്രിക്കൻ നാടുകളിൽ ശവപ്പെട്ടി കിട്ടില്ല എന്ന് വിവരം ലഭിച്ചുകൊണ്ട് സ്വന്തം ശവപ്പെട്ടിയും കൊണ്ട് പോയ ആൾക്കാരുമുണ്ട്. അതാ അസൂസ സ്ട്രീറ്റ് റിവൈവൽ എന്ന് പറഞ്ഞാൽ.
അങ്ങനെ ഒരാൾ വന്നതാ നാട്ടിൽ ഈ കൽക്കട്ടയിലേക്ക്, പോൾ ബർഗ് എന്ന് പറയുന്ന മിഷണറി. ഞാൻ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തൊക്കെയാ? ഹോളി ലിവിങ്, എംപവറിങ് ഫോർ ഹോളി ലിവിങ്, എംപവറിങ് ഫോർ ആക്ട്സ് ഓഫ് മേഴ്സി, എംപവറിങ് ഫോർ വിറ്റ്നസിങ്. അവിടെ കറമ്പരും വെളുമ്പരും തമ്മിൽ കൂടാൻ പാടില്ല. ബസ് സ്റ്റോപ്പ് വരെ വേറെയാണ്. പക്ഷേ അസൂസ സ്ട്രീറ്റിൽ കറുത്തവരും വെളുത്തവരും എന്ത് ചെയ്തു? ഒരുമിച്ച് ആരാധിച്ചു. അവിടെ ആരാ ആദ്യം അഭിഷേകം പ്രാപിച്ചത്? വെളുത്ത വർഗക്കാരൻ. ആരുടെ കീഴിൽ? കറുത്തവൻ്റെ കീഴിൽ. ഫ്രാങ്ക് ബാർട്ടിൽമാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ ഉടനീളം ആ സംഭവത്തിൻ്റെ ഒരു ജേർണലിസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ട്, അസൂസ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ, എൻ്റെ ലൈബ്രറിയിലുണ്ട്. ഞാൻ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട് അത്. അയാൾ എഴുതി, കളർ ലൈൻസ് ആർ വാഷ്ഡ് അവേ ഇൻ ദ ബ്ലഡ് ഓഫ് ജീസസ്. യേശുവിൻ്റെ രക്തത്താൽ വർണ്ണങ്ങളുടെ വിവേചനത്തെ മാറ്റുന്ന വര മാഞ്ഞുപോയി. അതാണ് ദ എംപവർമെൻറ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അങ്ങനെ ഒരു സാമൂഹ്യ വിപ്ലവം ലോകത്തിൽ നടന്നിട്ടില്ല, പക്ഷെ നടന്നിട്ടുണ്ട്. എവിടെയെല്ലാം ആത്മപകർച്ച ഉണ്ടായിട്ടുണ്ട്, അവിടെയെല്ലാം. ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല, പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഏങ്ങണ്ടിയൂക്കാരൻ ഈഴവച്ചെറുക്കൻ, ഒരു CMSകാരൻ ഒരു ഡോക്ടറുടെ വീട്ടിൽ കൂലിവേലയ്ക്ക് പോയതാ. അപ്പസ്വാമി, യെസ്, കൂലിവേലയ്ക്ക് പോയതാ. ആ രാമൻകുട്ടി എന്ന് പറയുന്ന, പിന്നീട് പോൾ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ രക്ഷിക്കപ്പെട്ടു. CMSൽ മിഷണറിയൊക്കെയായിട്ട് ഉപദേശിക്കായിട്ട് നടക്കുന്ന കാലത്ത് ഒരു ന്യൂസിലാൻഡ് മിഷണറി പറഞ്ഞു, പാനും തേനും ഒഴുകുന്ന ഒരു ക്രിസ്തീയ അനുഭവം ഉണ്ടെന്ന് പറഞ്ഞു. അവർ രണ്ടുപേരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താണ് ഈ പാലും തേനും ഒഴുകുന്ന? ഇതിനൊക്കെ ഉപരിയായിട്ട് അങ്ങനെയാണ് പരിശുദ്ധാത്മാവ് അഭിഷേകം പ്രാപിക്കുന്നത്. ആ സഭയ്ക്ക് ലാസ്റ്റ് കൗണ്ട്, ഞാൻ അതിനെക്കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ട അവസരത്തിൽ ലോകത്തിൽ വിവിധ ഭാഗങ്ങളിലായി 16 ബ്രാഞ്ചസ് ഉണ്ട്. ഒരു സഭയുണ്ടെന്നല്ല ഞാൻ പറഞ്ഞേ, ബ്രാഞ്ചസ്. ഇന്തോനേഷ്യയിൽ, സിംഗപ്പൂരിൽ, ലാറ്റിൻ അമേരിക്കയിൽ, വിവിധ രാജ്യങ്ങളിൽ, അമേരിക്കയിൽ, UK, ഫ്രാൻസിൽ എന്നൊക്കെ ഓരോ രാജ്യങ്ങളിൽ ഇതിൻ്റെ ബ്രാഞ്ച് ഉണ്ടെന്നാണ് പറഞ്ഞത്, അല്ലാണ്ട് ഒരു കൂട്ടങ്ങളുണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. ഇന്ത്യയിൽ ഒരു സഭയ്ക്ക് അതിന് കഴിഞ്ഞിട്ടില്ല. എല്ലാം അവിടെ നിന്ന് വന്നതാണ്. എല്ലാം പാശ്ചാത്യ രാജ്യങ്ങളിലും പൂർവ്വദേശങ്ങളിലും സിറിയെന്നൊക്കെ വന്നതാണ് ഇവിടെ. ഈ സഭയ്ക്ക് മാത്രമേ കഴിഞ്ഞുള്ളൂ. കാരണം ആ സഭകൾക്കും ഈ സഭയ്ക്കും ഉള്ളൊരു വ്യത്യാസമുണ്ട്. എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവിൻ്റെ നികവ്. ഹോളി സ്പിരിറ്റ് വരുന്ന അവസരത്തിൽ അതാണ് ഈ 3 കാര്യങ്ങൾക്ക് നമ്മൾ ഇത് ചെയ്യുന്നത്: വിറ്റ്നസിങ്, ആക്ട്സ് ഓഫ് മേഴ്സി ആൻഡ് ഹോളി ലിവിങ്. കളർ ലൈൻസ് ആർ വാഷ്ഡ് അവേ ഇൻ ദ പവർ ഓഫ് ഇത് അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. ഇത് ഈ വെസ്ലി ഇവിടെ പറഞ്ഞു നിർത്തി. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അസൂസ സ്ട്രീറ്റും ഇന്ന് നാം വിശ്വസിക്കുന്ന പെന്തക്കോസ് അനുഭവമാണ് എന്ത് ചെയ്തത്, ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയത്. വെസ്ലി സജസ്റ്റ് ചെയ്തേ ഉള്ളൂ, ഒരു നിർദ്ദേശം വെച്ചേ ഉള്ളൂ. ആധുനിക പെന്തക്കോസ് പ്രസ്ഥാനം എന്ന് പറയുന്നത് എന്താ? അതാണ് ഈ വിറ്റ്നസിങ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അസൂസ സ്ട്രീറ്റിൻ്റെ കാര്യം. 1 വേ മിഷണറീസ്, കോഫിൻ ക്യാരിങ് മിഷണറീസ്, സ്വന്തം ശവപ്പെട്ടിയും കൊണ്ട് ചുമലിലേറ്റി കപ്പലിൽ കയറ്റി കൊണ്ടുപോയി, ഇനി ഞാൻ തിരിച്ചു വരുന്നില്ല, എന്നെ ദൈവം അയച്ചിരിക്കാമെന്നും പറഞ്ഞു പോയ മിഷണറിമാർ. അസൂസ സ്ട്രീറ്റിൽ വെച്ച് ബംഗാളി ഭാഷ, അന്യഭാഷ എന്ന് പ്രാപിച്ചപ്പോൾ അത് ബംഗാളി ഭാഷയാണെന്ന് തിരിച്ചറിഞ്ഞ പോൾ ബർഗ് ബംഗാളി ഭാഷ സംസാരിക്കുന്ന എവിടെ നിന്ന് കണ്ടുപിടിച്ചപ്പോഴാണ് മനസ്സിലായത്, അന്നത്തെ അവിഭക്ത ബംഗാളിലേക്ക്, അതിൻ്റെ തലസ്ഥാനമായ കൽക്കട്ടയിലേക്ക് അദ്ദേഹം വന്ന് അസൂസ സ്ട്രീറ്റിൽ നിന്ന് വന്ന ആദ്യത്തെ മിഷണറി. അതൊക്കെ എന്താ? വെസ്ലിയിൽ നിന്ന് നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവ് ചരിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോയി. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വെസ്ലി നമ്മളെക്കുറിച്ച് ഒരു ശാസ്ത്രീയമായ ഒരു പേര് എന്ന് പറയുന്നത് വെസ്ലിയൻ ഹോളിനെസ് പെന്തക്കോസ്തുകാരെന്നാണ്. അതായത് വെസ്ലി തുടങ്ങി വെച്ച പെന്തക്കോസ്ത് അനുഭവത്തെ എന്ത് ചെയ്യുന്നു, നമ്മൾ അടിസ്ഥാനമിടുകയും പക്ഷെ അതിലുപരിയായി
ഈ വിറ്റ്നസ്സിങ്, എംപവറിങ് ഫോർ വിറ്റ്നസ്സിങ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവില്ലാതെ ദൈവത്തിൻ്റെ വേല, കർത്താവിൻ്റെ വേല ചെയ്യാൻ കഴിയില്ലെന്നും അതിനുവേണ്ടി ശിഷ്യന്മാർ അപ്പോസ്തലന്മാർ കാത്തിരുന്നതുപോലെ നാമും കാത്തിരിക്കണമെന്നും അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നത് പോലെ ആ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിലും നിയന്ത്രണത്തിലും വേണം കർത്താവിൻ്റെ വേല ചെയ്യാൻ. അതില്ലാതെ പറ്റില്ല എന്ന് പറയുന്നത് ആ പെന്തക്കോസ്തുകാർ. ആ പെന്തക്കോസ്തുകാരെയാണ് വെസ്ലിയൻ ഹോളിനെസ് പെന്തക്കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇത് പശു എന്ന് പറഞ്ഞ ഒരു സ്തന്യജീവിയെന്ന് പറയും അല്ലേ? ആ വിവരം ആരും അറിയേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ആ അറിവ് ആർക്ക് വേണ്ട? പശുവിനെ വളർത്തുന്നതിന് ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഈ പറയുന്നത് നമ്മൾ വെസ്ലിയൻ ഹോളിനെസ് പെന്തക്കോസ്റ്റിൽ എന്ന് പറയുന്ന ഈ സാങ്കേതിക പദം നിങ്ങൾ ആരും ഓർക്കണമെന്നില്ലെന്ന് ഞാൻ പറഞ്ഞേ. ആ അനുഭവം ഉണ്ടായാൽ മതി. ഏത് പശു പാല് കൊടുക്കുന്നു, പാല് കറക്കാൻ നമുക്ക് പാല് തരുന്നു എന്ന് പറഞ്ഞ പോലെ ഈ പരിശുദ്ധാത്മാവിൻ്റെ 5 വിധത്തിലുള്ള പ്രവർത്തനം ഞാൻ 4 വച്ചിട്ട് ഞാൻ ഒരുപാട് ആഡ് ചെയ്തു. നിങ്ങൾ അറിഞ്ഞോ ഇല്ലയോ? അതായത് എന്തൊക്കെ ഞാൻ പറഞ്ഞേ? പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു, അഷുറൻസ് ഓഫ് സാൽവേഷൻ, സാങ്ക്ടിഫൈസ്, എംപവർ. കൺവിക്ഷൻ, അഷുറൻസ്, സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് എംപവറിങ്. 20-ാം നൂറ്റാണ്ടിലെ പെന്തക്കോസ്തുകാർ പറഞ്ഞു ഈ എംപവർമെൻ്റാണ് ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്തിൻ്റെ അടിസ്ഥാനം. ഈ ബോധം പലർക്കും ഉണ്ടായിരുന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നാഗൽ എന്ന് പറയുന്ന ഒരു ലൂതറൻ മിഷണറി ഇവിടെ വന്നു, വാണിയംകുളത്ത്. അദ്ദേഹത്തിന് മനസ്സിലായി ഈ ലൂതറിൻ്റെ ഇത് മാത്രം പോരാ. അങ്ങനെ അദ്ദേഹം സത്യത്തിൽ ഒരു കുന്നംകുളത്ത് വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മീയ തീർത്ഥയാത്രയിൽ അറിയാതെ ചെന്ന് പെട്ടതാണ് എന്തിലേക്ക്? ബ്രദറൻ പ്രസ്ഥാനത്തിലേക്ക്. 1914 നാഗൽ ഇവിടുന്ന് പോയി ചില വർഷങ്ങൾക്ക് മരിക്കുകയാണ്. അന്ന് പെന്തക്കോസ്ത് പ്രസ്ഥാനം ഇവിടെ ആരംഭിച്ചിട്ടില്ല. ഇല്ലെങ്കിൽ അദ്ദേഹം പെന്തക്കോസ്തുകാരനായെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അവിടെ പുള്ളി മൂവ് ചെയ്തു. എവിടുന്ന്? ലൂതറിൽ നിന്ന് ബൈബിൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വേദപുസ്തക അടിസ്ഥാനമായൊരു വിശ്വാസത്തിലേക്ക് വന്നു. ബ്രദർ മിഷണറി ആയിരുന്നു. ഒരുപാട് പാട്ട് എഴുതി, നിങ്ങളെല്ലാം പാടുന്ന പാട്ടുകൾ അറിയാതെയൊക്കെ പാട്ട് എഴുതിയാരെന്ന് ഓർക്കയില്ല. പക്ഷേ അവിടെ നിന്ന് പെന്തക്കോസ്ത് എന്ന് പറയുന്ന പ്രസ്ഥാനം എന്ത് ചെയ്യുന്നു? ബൈബിൾ മാത്രമല്ല, നമുക്ക് ബൈബിളിൻ്റെ അറിവ് മാത്രം പോരാ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും കൂടെ വേണം. ഞാൻ രാവിലെ പറഞ്ഞു ഓർക്കുന്നു, കാത്തിരിപ്പ് യോഗത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ഞാൻ സംസാരിച്ചു. പെന്തക്കോസ്തുകാരുടെ പരിചയത്തിൻ്റെ അല്ലെങ്കിൽ ശീലത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു കാത്തിരിപ്പ് യോഗം. ഇന്നത്തെ കാത്തിരിപ്പ് യോഗം പണ്ടത്തെ കാത്തിരിപ്പ് യോഗം തമ്മിൽ വ്യത്യാസം ഞാൻ പറഞ്ഞു. എന്താ വ്യത്യാസം? പണ്ടത്തെ കാത്തിരിപ്പ് യോഗം സാങ്ക്ടിഫിക്കേഷൻ മീറ്റിങ്സ് ആയിരുന്നു, വിശുദ്ധീകരണത്തിനുള്ള കാത്തിരിപ്പ്. ഞാനൊരു കഥയും പറഞ്ഞു, ഞാൻ ആവർത്തിക്കുന്നില്ല. അങ്ങനെ വിശുദ്ധിയായിട്ട് വേണ്ടി കാത്തിരിക്കുന്ന പശ്ചിമാവരെ വിശുദ്ധീകരിക്കുന്ന അവസരത്തിൽ പാപബോധം ഉണ്ടാകുന്നു അല്ലേ? എന്നിട്ട് ഇന്ന് ഒരു ബഹളമാണ് കാത്തിരിപ്പ് യോഗം. പണ്ട് ബഹളമല്ല. പണ്ടത്തെ ഞാനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള കാത്തിരിപ്പ് യോഗത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. പാപബോധം ഉണ്ടാക്കും. അപ്പോഴാണ് ദൈവാത്മാവിൻ്റെ നിറവ്, അന്യഭാഷാ ഭാഷണമൊക്കെ ഉണ്ടാകുന്നത്. മനസ്സിലായോ? ഞാൻ പലപ്പോഴും കാത്തിരിപ്പ് യോഗം ആത്മാഭിഷേകത്തിന് വേണ്ടിയുള്ള മീറ്റിങ്സ് ഞാൻ നടത്തിയിട്ടുണ്ട്. 2-3 മീറ്റിങ്സ് എനിക്ക് ഓർമ്മയുണ്ട്. ഓർമ്മയല്ല, ഞാൻ പറഞ്ഞ് ഒരിക്കൽ ഞാനൊരു ന്യൂയോർക്കിലൊരു ചർച്ച എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വിദ്യാഭ്യാസമല്ല, ആഴമായിട്ട് വചനമൊക്കെ അറിയുന്നൊരു ദേവദാസന, പ്രായമുള്ള മരുത്തം മരിച്ചു, വിശുദ്ധനായ ദേവദാസൻ. അദ്ദേഹം പറഞ്ഞു, പോൾസം വരുമ്പോൾ ഇവിടെ ഒരു ബൈബിൾ ക്ലാസ് നടത്തണം, വെള്ളി ശനി ആഴ്ച. ഞാൻ പറഞ്ഞു നടത്താം. എന്താ വെച്ചാൽ ഞാൻ പഠിപ്പിക്കണം, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കുക. ഞാൻ പറഞ്ഞു പഠിപ്പിക്കുക, കാരണം ഇവർക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വെള്ളിയാഴ്ച ബൈബിൾ ക്ലാസ് എത്തി, പരിശുദ്ധാത്മാവിനെ കുറിച്ച് സംസാരിച്ചു. ഇതുപോലെയൊക്കെ തന്നെ ഏകദേശമൊക്കെ ഇങ്ങനെ ഞാൻ സംസാരിച്ചു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ആരെങ്കിലും ദൈവ ആത്മാവിൻ്റെ ഒരു നിറവിന് വേണ്ടി, ഒരു ടച്ചിന് വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ മുന്നോട്ട് വരണം എന്ന് ഞാൻ പറഞ്ഞു. കുറേ ചെറുപ്പക്കാർ ആർത്തിയോടെ വന്നു. ഞാനും പാസ്റ്റർ തലേ കഴിച്ച് പ്രാവശ്യം ഒന്നും നടന്നില്ല. കാരണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിനൊപ്പം ഒരു അച്ചായന് ആ ഡ്രം സെറ്റില്ലേ, ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു, ജാസിൻ്റെ സെറ്റ്, അതിലൊരു ഡ്രം കൊട്ടാൻ തുടങ്ങി. കൊട്ടി അങ്ങ് ഭയങ്കര ബഹളം. ഒരു ചുക്കം നടന്നില്ല. അങ്ങനെ പറഞ്ഞതിൽ ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ എനിക്ക് നിരാശയായി. അപ്പോൾ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി. ഞാൻ പറഞ്ഞു, നാളെ നമ്മൾ ഈ മീറ്റിംഗ് നടക്കും, ഞാൻ ഇതുപോലെ പാസ്റ്ററെ വിളിക്കും. ഞാൻ ഇവിടുത്തെ പാസ്റ്ററും അവിടെ വന്ന് കൈവച്ച് പ്രാർത്ഥിക്കും. പക്ഷെ പാട്ട് അത് കഴിഞ്ഞിട്ട് മതി. ഇപ്പം പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് വരുന്നു പറഞ്ഞു. ഞാനും പാസ്റ്ററും ഇവിടെ വചനം കേട്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ട 10-16 പിള്ളേർ, 16 പോരാ, അവിടെ നിന്നില്ല 16 പേര് അഭിഷേകം പ്രാപിച്ചു. 16 അല്ല, കൂടുതൽ വേണ്ടേ?
16 പേരാണ് അഭിഷേകം പ്രാപിച്ചു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഗ്ലാസ് വെള്ളം എടുത്ത് താഴെ നിങ്ങൾ പാട്ട് ഇഷ്ടംപോലെ പാടിക്കൊള്ളാൻ പറഞ്ഞു. അവരൊരു 1.5 മണിക്കൂർ അങ്ങ് പാടി. ആരാരാധിച്ചേ? ഈ സഭയിലെ ആൾക്കാർക്ക്. പക്ഷേ ആത്മാഭിഷേകം നടക്കുന്നത് എങ്ങനെയാണ്? ബഹളത്തിലൊന്നുമല്ല, കരഞ്ഞ് പാപബോധം ഉണ്ടായി സ്വയം ആത്മതപനം ചെയ്ത് സമർപ്പിച്ചവരുടെ മെയ്തേ പരിശുദ്ധാത്മാവാണ്. ആ ഒരു അനുഭവം ഇന്ന് പെന്തക്കോസ്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പാപബോധം ഇല്ലാത്തവർ അഭിഷേകം പ്രാപിച്ചെന്ന് അവകാശപ്പെടുക, അതാണ് സഭകളുടെ മൂല്യശോഷണത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം. ഞാനൊരു കാര്യം കൂടെ ഇതിനോട് ചേർത്ത്, ദ യുണീക്ക് പെൻഡക്കോസ്റ്റൽ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ പെൻഡക്കോസ്റ്റൽ എലിമെൻറ്റ് എന്താണെന്ന് ഞാൻ പറയാം. നമ്മൾ ഈ ഇവാഞ്ചലിക്കൽ സഭകളിലൊക്കെ പോയാലേ ഞാനും ഈ യുവിലൊക്കെ ഒത്തിരി വർക്ക് ചെയ്ത് അവർ പറയുന്നത്, നിങ്ങൾ ലോകമെല്ലാം പോയി ഒന്ന് വായിക്കാമോ? മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-20 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. ഓക്കെ, മതി. അപ്പോൾ അത് സ്നാനത്തൊക്കെ വരുമ്പോൾ ഇച്ചിരി കോംപ്രമൈസൊക്കെ പല സഭകളും ചെയ്യും. പക്ഷേ അതുപോലെ പ്രധാനമായൊരു വാക്യമുണ്ട്. അതെന്താണെന്നറിയാമോ? യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 21-ാമത്തെ വാക്യം. അതുകൊണ്ടൊന്ന് വായിച്ചേ. ജോൺ 20:21. ഇവിടെ പറയുന്നത് നിങ്ങൾ പോകണം എന്നുള്ള കൽപ്പനയാണ്. പക്ഷേ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 21-ാം വാക്യത്തിൽ കർത്താവ് ഇത് രണ്ടും പരസ്പരം കോംപ്ലിമെൻ്റ് ചെയ്യുന്നതാണ്, പരസ്പര പൂരകങ്ങളാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 21-ാം അധ്യായത്തിൽ നിങ്ങൾ എങ്ങനെ പോകണം എന്നാണ് പറയുന്നത്. യേശു പിന്നെ ഇത് രണ്ടും ഇല്ലാതെ പറ്റില്ല. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. പിതാവ് എങ്ങനെ പോകണം? പിതാവ് എന്നെ അയച്ചതുപോലെ. എസ് ദ ഫാദർ സെൻറ്റ് മീ, ഞാനും നിങ്ങളെ അയക്കുന്നു. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ നിങ്ങൾ പോകണമെന്നും പോയിട്ട് എന്ത് ചെയ്യണമെന്നും പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ അതിൻ്റെ ഏത് വാക്യമാണ് നമ്മൾ വായിച്ചത്? 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു നിങ്ങൾ എങ്ങനെ പോകണം. പിതാവ് എന്നെ അയച്ചതുപോലെ പോകണം, ഞാൻ നിങ്ങളെ അയക്കുന്നു. അല്ലേ? പിതാവ് എന്നെ എങ്ങനെ അയച്ചു? നമ്മൾ സുവിശേഷങ്ങളിലേക്ക് വരുന്ന അവസരം, മർക്കോസിൻ്റെ സുവിശേഷം പ്രത്യേകിച്ച് പറയുന്ന അവസരത്തിൽ പിതാവ് അവനെ അയച്ചു. പക്ഷെ അവൻ എങ്ങനെയാണ് തൻ്റെ സുവിശേഷ ഘോഷണം നിർവഹിച്ചത്? വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാന, എല്ലാ വാക്യങ്ങളും പ്രധാനമോ, വളരെ ക്രൂഷ്യൽ ക്രിട്ടിക്കലായിട്ടുള്ളൊരു വാക്യമാണ് യേശുവിൻ്റെ സ്നാനം. അല്ലേ? എല്ലാ സുവിശേഷങ്ങളോടാണ് എൻ്റെ ഓർമ്മ. അവിടെ പറയുകയാണ് യേശു വെള്ളത്തിൽ നിന്ന് കയറി വന്നാറേ. അവിടെ കേട്ട ശബ്ദത്തെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സാധിച്ചിരിക്കുന്നു. മാറുരൂപമലയിലും ഇത് വാക്യം ഇത് തന്നെയാണ്. പക്ഷെ അവിടെ എന്താ നടക്കുന്നത്? അവിടെ നടക്കുന്നത് പരിശുദ്ധാത്മാവ് ഉയരത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ അവൻ്റെ മേൽ വന്നു. കർത്താവ് ഈ വെള്ളത്തിൽ നിന്ന് കയറി വരുന്നു. പിതാ, പുത്ര, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ത്രിയേക ദൈവം സന്ധിക്കുന്ന ഒരു പോയിൻ്റാണ് യേശുവിൻ്റെ സ്നാനം. ഞാൻ ഒന്നുകൂടെ പറയാം. പിതാ, പുത്ര, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന പരിശുദ്ധ ത്രിത്വം ഒന്നിച്ചു ചേരുന്ന ഒരു പോയിൻ്റാണ് യേശുവിൻ്റെ സ്നാനം. ഈ പരിശുദ്ധാത്മാവാണ്, ഈ പുത്രനാണ് പിതാവിനെ നമുക്ക് കാണിച്ചു തന്നത്. ഈ പുത്രൻ ആണ് പരിശുദ്ധാത്മാവിനാൽ തൻ്റെ ശുശ്രൂഷ ചെയ്തത് എന്നല്ലേ വായിക്കുന്നേ? പരിശുദ്ധം നിറഞ്ഞവനായി യോർദാൻ വിട്ടു പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നാം കർത്താവിൻ്റെ പ്രവർത്തനം ചെയ്യുന്നത്, സുവിശേഷ വേല ചെയ്യുന്നത്? എന്നെ എൻ്റെ പിതാവ് അയച്ചതുപോലെ എന്ന് വെച്ചാൽ പിതാവെങ്കിലേക്ക് പുത്രൻ മൂലം ഉള്ള വഴി പരിശുദ്ധാത്മാവിനിൽ കാണിക്കുക എന്നുള്ളത്. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-ാം വാക്യം 19-20 വാക്യങ്ങൾ വായിച്ചാൽ ഈ ഒരു ഡയമെൻഷൻ കിട്ടുകയില്ല. ഏത് ഡയമെൻഷൻ?
പരിശുദ്ധാത്മാവ് ഇല്ലാത്ത ഒരു മിഷണറി പ്രവർത്തനം, ഒരു സഭാപ്രവർത്തനം, ഒരു സുവിശേഷ പ്രവർത്തനം സാധ്യമല്ല. എങ്കിൽ തിരിച്ചു പറഞ്ഞാൽ എന്താണ് വിരക്ഷിത വേല, മിഷണറി പ്രവർത്തനം, സുവിശേഷം എന്ന് പറഞ്ഞാൽ ത്രിത്വത്തെ നമ്മൾ ഈ ലോകത്തിന് കാട്ടിക്കൊടുക്കുകയാണ്. പരിശുദ്ധാത്മാവില്ലാതെ അത് പൂർണ്ണമാകില്ല. ഇതുകൊണ്ടാണ് പെന്തക്കോസ്തുകാർ സുവിശേഷ പ്രവർത്തനങ്ങളുടെ വ്യത്യാസം. മറ്റു സഭകളുടെ അവർ ശിഷ്യരാക്കിക്കൊള്ളുവനെന്ന് പറഞ്ഞ് അങ്ങ് വിടും. അതുകൊണ്ട് അവരുടെ ഈ ബൈബിൾ പഠിപ്പിക്കുന്നതിലൂടെ അവരുടെ പ്രവർത്തനം തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യും. പക്ഷെ അതിലുപരിയായ ഒരു മാനദണ്ഡം, മാനമുണ്ട്. അതിലുപരിയായ ഒരു വശം പരിശുദ്ധാത്മാവിൻ്റെ, ഹോളി സ്പിരിറ്റിൻ്റെ പ്രവർത്തനമുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യപ്പെടുന്നില്ല, നിശബ്ദമാക്കപ്പെടുന്നു. അതിന് ഈ രീതിയിൽ ഐക്യപ്പെട്ടാലേ പറ്റുള്ളൂ. As the Father sent me, I sent you. അപ്പോൾ എന്താണ്, അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നാം അവകാശപ്പെടുന്നത്. നമുക്ക് ഇത് ചിലർക്കുണ്ട്, ഇത് പരിശുദ്ധാത്മാവിന് മാത്രമേ ഉള്ളൂ. അല്ല, പിതാവിനെ കാണിക്കാൻ പുത്രൻ വന്നു, പരിശുദ്ധാത്മാവിനെ ശുശ്രൂഷിച്ചതുപോലെ ദൈവസഭ കർത്താവിനെ സാക്ഷ്യം വഹിക്കണം പരിശുദ്ധാത്മാ ശക്തിയാൽ. ഈ തിരിച്ചറിവ് ആണ് ഏറ്റവും ആവശ്യം. ഇപ്പം ഞാൻ ഇത്രയും കാര്യം പറഞ്ഞിട്ട് ഞാൻ 4 കാര്യങ്ങൾ വെസ്ലി തുടങ്ങി വെച്ചതും 5-ാമതായി ദൈവത്തിൻ്റെ ആത്മാവ് ഈ നൂറ്റാണ്ടിൽ നമ്മെ ബോധ്യപ്പെടുത്തിയത്, വചനത്തിൽ ബോധ്യപ്പെടുത്തിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഹോളി സ്പിരിറ്റ് എംപവേഴ്സ് ആക്ട്സ് ഓഫ് മേഴ്സി. UN വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്ത് എനിക്കുണ്ട്. യൂസ് ടു വർക്ക് ഫോർ UN വർക്ക് ചെയ്തു. പിന്നെ കുറേ കാലം ആക്ഷൻ എയ്ഡ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ചാരിറ്റി ആണ് ആക്ഷൻ എയ്ഡ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, ആക്ഷൻ എയ്ഡ്. അതിൻ്റെ പ്രസിഡൻറ്റ് ചാൾസ് രാജകുമാരനായിരുന്ന കാലത്ത് ആക്ഷൻ എയ്ഡിൻ്റെ പ്രസിഡൻറ്റ്, പേട്രൺ ആൻഡ് പ്രസിഡൻറ്റ്. അതിൻ്റെ ഡയറക്ടറായിരുന്നു പെന്തക്കോസ്തുകാരനായ ഒരു മലയാളി. നിങ്ങൾക്ക് അയാളെ അറിഞ്ഞുകൂടാ. എൻ്റെ സുഹൃത്ത്, എൻ്റെ സഭയിലെ മെമ്പറായിരുന്നു കുറേ കാലം പൂനെയിൽ. പക്ഷേ പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ച് വളർന്നു. ഇപ്പോഴും വല്ലപ്പോഴൊക്കെ പള്ളിയിൽ പോവും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ചർച്ചിൽ പോവും. പക്ഷേ വിശ്വാസം ഉള്ളിൽ സുവിശേഷമുണ്ട്, ആഴമായിട്ടുണ്ട് കേട്ടോ. പേരറിയാമോ? ഇല്ല. ഓക്കെ. ഞാൻ വിചാരിച്ചു പുള്ളി പൊതുപ്രവർത്തനമൊക്കെയാണ് വെച്ചാൽ വളരെ രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ അറിയപ്പെടുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഈ ഐഡൻറ്റിറ്റി എനിക്ക് മാത്രമേ അറിയുള്ളൂ. നാൾ പുള്ളി ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു മീറ്റിങ്ങിൻ്റെ സൈഡിൽ ഞാനൊരു മീറ്റിംഗ് നടത്തുമായിരുന്നു. അപ്പോൾ പുള്ളി വന്ന് അവരൊക്കെ എന്നെ പരിചയപ്പെടുത്തി, ഇയാളൊരു ഉപദേശിയാണ്, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഞാനും പുള്ളി ഒരേ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഒരു അനുഭവം ഞങ്ങൾക്ക്. പക്ഷേ രണ്ടുപേരുടെ വ്യത്യാസം എന്ന് വെച്ചാൽ ഈ പുള്ളി ഈ ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കും, ഞാൻ വരുവാണ് ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് ഞാനൊരു തമാശ പറഞ്ഞു. ആ രാഷ്ട്രീയക്കാർ ബ്ലോക്ക് പ്രസിഡൻറ്റിനുണ്ട്. ഞാൻ പറയാൻ കൊടുക്കുന്നത്, പുള്ളി എന്നോട് ഒരിക്കലും കാര്യം പറഞ്ഞു, വാട്സൺ സാറേ, ഞാൻ പല രാജ്യങ്ങളിൽ, ഒരുപാട് രാജ്യങ്ങളിൽ ആക്ഷൻ എയ്ഡിന് വേണ്ടിയും UN വേണ്ടിയും യാത്ര ചെയ്തിട്ടുണ്ട്. അവൻ പറഞ്ഞു, ഞാൻ ലോകത്തിൽ ഏറ്റവും കൂടുതൽ, എത്രയോ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ നമ്പർ എനിക്കറിഞ്ഞൂടെ ഏത് രാജ്യത്ത്, ഏറ്റവും കൂടുതൽ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പെന്തക്കോസ്തുകാരാണ്. നിങ്ങൾക്കറിയോ? എത്ര പേർക്കറിയാത്? പുള്ളിയുടെ ടെസ്റ്റിമണിയാണ് അത്. പെന്തക്കോസ്തുകാരനായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത് പുള്ളി പറഞ്ഞ, ആഫ്രിക്കയിൽ ചെന്നാൽ, ഘാനയിൽ ചെന്നാൽ, കെനിയയിൽ ചെന്നാൽ, നൈജീരിയയിൽ ചെന്നാൽ, ഏതെല്ലാം ആക്ഷൻ എയ്ഡിന് വേണ്ടി പോയ അവസരങ്ങളിൽ എവിടെയെല്ലാം സാധുക്കളുടെ ഉന്നമനത്തിന് വേണ്ടിയും അവരുടെ പുരോഗതിക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന ഏജൻസീസ് ഉണ്ടോ, അതിൽ മിക്കവാറും ഭൂരിപക്ഷവും പെന്തക്കോസ്ത് സഭകളുടെ ലാറ്റിൻ അമേരിക്കയിലും. കാരണം എംപവർമെൻറ്റ്. മറ്റുള്ള സംഘടനകൾക്ക് കാശുണ്ടെങ്കിലേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ, കാശില്ലെങ്കിൽ അവർ പൂട്ടിപ്പോവും. പെന്തക്കോസ്തുകാർ മുട്ടിപ്പായിരുന്നു പ്രാർത്ഥിക്കും, കാശ് വരുന്നവരെ. അതാ വ്യത്യാസം. അവർക്കറിയാം പെന്തക്കോസ്തുകാരനെ ശുശ്രൂഷയിലേക്ക് വിട്ട് കഴിഞ്ഞാൽ പ്രതികൂലങ്ങളുണ്ടെങ്കിൽ മറ്റുള്ളവരെല്ലാം തിരിച്ചു പോരും. പെന്തക്കോസ്ത് അവിടെ നിൽക്കും തല്ലും കൊണ്ട്. കാരണം എന്താ? അവൻ്റെ പിന്നിൽ ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല അവനെ ചലിപ്പിക്കുന്നത്, അല്ലേ? സുബോധത്തിൻ്റെ, ധൈര്യത്തിൻ്റെ ആത്മാവ് അവന്. ഇതാ മിഷൻ്റെ പ്രത്യേകത. അതാണ് മാക്സ് ഓഫ് ഹോളിനെസ്സിൻ്റെ പ്രത്യേകത. അതാണ് അവരുടെ മേഴ്സി മിനിസ്ട്രിയുടെ പ്രത്യേകത.
ഞാൻ ഇത്രയും പറഞ്ഞ ആ ഭാഗം വിടുക. ഇനി ഞാൻ പറയാൻ പോകുന്ന ഭാഗം പെട്ടെന്ന് അടുത്ത അരമണിക്കൂറിനുള്ളിൽ ഞാൻ പറഞ്ഞു തീർക്കാം. അതായത് അതുകൂടെ അപ്പം നമുക്ക് ഒരു സെക്ഷനായിട്ട് തീരുമാനമല്ലോ. പറയാൻ കൊടുത്ത കാര്യം, ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ ഫലവും തമ്മിലുള്ള ഞാൻ എന്താണെന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ മുഴുവൻ പറയാൻ കൊടുക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്. പരിശുദ്ധാത്മാവിനെ 4+1 ഗുണങ്ങളെക്കുറിച്ച്. ഇതൊക്കെ നമ്മൾ ഇന്ന് രാവിലെ മുതൽ ഇതുവരെയും ചിന്തിച്ചത്. രാവിലെ നാം ചിന്തിച്ചത് ആത്മാവിൻ്റെ ഫലമെന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് ഈ ഗുണങ്ങളെല്ലാം എല്ലാ മതങ്ങളും പഠിപ്പിക്കുകയാണെങ്കിലും ഇത് വേറിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇത് സാൻമാർഗിക ഗുണങ്ങൾ മാത്രമല്ല, മോറൽ വെർച്യൂസ് മാത്രമല്ല, ഇത് ആത്മാവിൻ്റെ ഫലമെന്താ. അവിടേക്ക് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല, എത്തും. അതിലേക്കുള്ള ഒരു പടിയായത്. God is not interested in our comforts. God is interested in our character. അതൊരു അടിസ്ഥാന പ്രമാണമാണ്. നമ്മുടെ സുഖസൗകര്യങ്ങളിലല്ല, പക്ഷേ നമ്മുടെ സ്വഭാവത്തിലാണ് ദൈവത്തിൻ്റെ താല്പര്യം. പക്ഷേ അതിന് വിരോധമായ പല പ്രസംഗങ്ങളും ശുശ്രൂഷകളുമാണ് ഇന്ന് അരങ്ങേറുന്നത്. അവിടെ എന്താ പ്രസംഗിക്കുന്നത്? നിങ്ങളുടെ രോഗം മാറാൻ അല്ലേ? പക്ഷേ രോഗം മാറണം, കംഫർട്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെ ദൈവം അനുവദിക്കുന്ന. പക്ഷേ ദൈവം കൊണ്ട് അതിൻ്റെ വാക്തത്വമാണ് നമ്മുടെ കംഫർട്ട്. എന്താണ് വാക്തത്വം? നമ്മളെ ദൈവം സന്തോഷവും സമാധാനവും ഐശ്വര്യത്തോടുകൂടെ നടത്തുമെന്നുള്ള ദൈവത്തിൻ്റെ വാക്തത്വമാണ്. മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പേൻ, അവയോടുകൂടെ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അത് പിടിച്ചു വാങ്ങാൻ പോകുന്നതല്ല തെറ്റുള്ളൂ. എന്താണ് വാഗ്ദാനം? പിടിച്ചു വാങ്ങുക, ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. നീ സമാധാനവും ഐശ്വര്യമൊക്കെ പറഞ്ഞു ഇപ്പത്താ എന്ന് പറയുന്ന അവിടെയാ തെറ്റ്. അതുകൊണ്ട് ദൈവം നമ്മുടെ ഐശ്വര്യത്തിലൊന്നും ദൈവത്തിന് താല്പര്യമില്ല. നമ്മൾ ആരോഗ്യപരമായി ജീവിക്കണം, രോഗങ്ങളില്ലാതെ കഷ്ടങ്ങളില്ലാതെ ബാധ്യതയില്ലാതെ ജീവിക്കണമെന്ന് ദൈവത്തിന് താല്പര്യമില്ലെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷെ ദൈവത്തിന് വേണ്ടത് നമ്മുടെ ക്യാരക്ടറാണ്. ദൈവം നമ്മുടെ സ്വഭാവത്തെയാണ് ദൈവത്തിന് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ മറ്റേ കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം, ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞ് ഒരിക്കലും എപ്പോഴും കഷ്ടതയാണ്, എന്നും രോഗമാണ്, ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നൊന്നും പ്രസംഗിക്കാൻ പറയുന്നില്ല. രോഗിക്ക് സൗഖ്യം പ്രാപിക്കണം, അത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയാണ്. രോഗിക്ക് വേണ്ടി നിൻ്റെ രോഗം ദൈവത്തിൻ്റെ ദാനമെന്ന് പറയാനല്ല പറഞ്ഞത്, അവന് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷെ അതേ സമയത്ത് എന്തുവാകണം? യാക്കോബ് പറയുന്നത്, അതിലേക്ക് ഞാൻ കയറുന്നില്ല, തമ്മിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. അവിടെ ആത്മീയ ശുശ്രൂഷയുണ്ട്. രോഗവിടുതലെന്ന് പറയുമ്പോൾ ശാരീരിക വിടുതൽ മാത്രമല്ല, ആ സഭയിലെ ആ വ്യക്തികൾക്ക് എന്തുണ്ടാകണം? ഒരു ക്യാരക്ടർ ഫോർമേഷൻ, സ്വഭാവത്തിലുള്ള ഒരു മാറ്റവും ദൈവം ഉദ്ദേശിക്കുന്നുണ്ട്. ഞാനതാ പറഞ്ഞതിൻ്റെ കാര്യം. ഗിഫ്റ്റ്സ്, പരിശുദ്ധാത്മാവിൻ്റെ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ. അതിനെക്കുറിച്ച് റോമാലേഖനം 12-ാം അധ്യായത്തിലും അതിലേറെ വിശദമായിട്ട് 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായത്തിലും വിശദീകരിക്കുന്നുണ്ട്. നിങ്ങളുടെ പാസ്റ്റർ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ വിശദമായിട്ട് പഠിപ്പിച്ച് കാണും, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും പഠിപ്പിച്ച് കാണും. ആത്മാവിൻ്റെ കാരിസം അല്ലെങ്കിൽ വരങ്ങൾ, നമുക്ക് നൽകുന്ന വരങ്ങളെക്കുറിച്ച്. അപ്പോൾ വരങ്ങൾ ഈ ആത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വരം. കൊലോസ്യ ലേഖനത്തിലും എഫെസ്യ ലേഖനത്തിലും പത്രോസിലും ഒക്കെ നമ്മൾ കാണുന്ന, യാക്കോബിലും പത്രോസിൻ്റെ ലേഖനങ്ങളിലും ഒക്കെ കാണുന്ന, യോഹന്നാൻ 1-ാം അധ്യായത്തിലൊക്കെ കാണുന്ന വേറൊരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? ആത്മാവിൻ്റെ ഫലം. അതിന് പല പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മൾ എഫെസ്യ ലേഖനത്തിൽ വരുന്ന അവസരത്തിൽ നമ്മളവിടെ വായിക്കുന്ന എഫെസ്യ ലേഖനം 5:3 ഫ്രൂട്ട് ഓഫ് ദ ലൈറ്റ് അഥവാ വെളിച്ചത്തിൻ്റെ ഫലം എന്നാണ് അതിനെ വിളിക്കുന്നത്. ഒന്ന് വായിച്ച എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യം. ഇല്ല, അങ്ങനെ അത് 5:9, സോറി, 5-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിൽ ഉള്ളവരായി നടന്നുകൊള്ളുവേ. ഓക്കെ, അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്കിക്കേ. സകല സൽഗുണവും നീതിയും സത്യവും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനെ ഫോർ ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ഇൻ ഓൾ ഗുഡ്നെസ് ആൻഡ്
റൈറ്റ്യസ്നെസ് ആൻഡ് ട്രൂത്ത്. For the fruit of light. യെസ്, ആ വേർഷനിൽ ഗുഡ് സ്പിരിറ്റ് എന്നാണ് പറയുന്നത്. For the fruit of ഫ്രൂട്ട് light ഓഫ് is found. ലൈറ്റ്, വെളിച്ചത്തിൻ്റെ ഫലമോ. എന്തൊക്കെയാ? 9ഉം 10ഉം വാക്യങ്ങൾ എന്ന് വായിച്ചേ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. തെറ്റല്ല, അത് കറക്റ്റ് തന്നെ. അപ്പം എന്തൊക്കെയാണ് വെളിച്ചത്തിൻ്റെ ഫലം? 3 ഗുണങ്ങളാണ് പറയുന്നത്. ഇത് ഇനി ആത്മാവിൻ്റെ ഗുണം എന്ന് പറയുന്നത് നീതിയും സത്യവും അല്ലോ. കൊലോസ്യ ലേഖനം 3:12-15 വാക്യങ്ങൾ വായിച്ചു. കൊലോസ്യർ 3:12-15. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചും കൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. ഇതും ഈ ഫലങ്ങളാണ്. ഏത്? ദൈവത്തിൽ കർത്താവിലേക്ക് വന്നവൻ്റെ ഫലമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും പറയാനാണ് ഉദ്ദേശിച്ചുള്ളൂ ഇവിടെ. അതായത് വരങ്ങളുമുണ്ട്, ഫലങ്ങളുമുണ്ട്. വരങ്ങൾ ദൈവം നൽകുന്ന ദാനങ്ങളാണ്. പക്ഷെ നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഫലം എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആരുടെ? ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവൻ്റെ ഉത്തരവാദിത്വമാണ്. പക്ഷെ ഇതിലേതാ കൂടിയത്, ഏതാ മെച്ചപ്പെട്ടത്, ഏതാണ് കുറവുള്ളത്? അങ്ങനെ ഒരു സംഭവമില്ല. പക്ഷെ ഒരു കാര്യം ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട്. ശക്തമെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ഫലമില്ലാത്ത വരങ്ങളില്ല, വരം മാത്രമായിട്ടില്ല. 12-ാം അധ്യായത്തിൽ എല്ലാ പെന്തക്കോസ്തുകാരും വായിച്ചിരിക്കേണ്ട 3 പ്രധാന അധ്യായങ്ങളാണ്. കൊരിന്ത്യർ ലേഖനം 12, കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 12, 1 കൊരിന്ത്യർ 13, 1 കൊരിന്ത്യർ 14. അതിൽ ഈ വരങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറയുന്നുണ്ട്. അത് പലരും എന്ത് ചെയ്യാറില്ല, പാലിക്കാറില്ല. ഞാൻ 14 ആരും പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടേ ഇല്ല. 13 വല്ലപ്പോഴൊക്കെ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. 12-ാം അധ്യായത്തിൽ വരങ്ങളെക്കുറിച്ച് 30 വാക്യങ്ങളിൽ പൗലോസ് എന്തൊക്കെയാണ് വരങ്ങൾ, എങ്ങനെയാണ് വരങ്ങൾ ഉപയോഗിക്കേണ്ടത്, എന്താണ് വരങ്ങൾ കൊണ്ട് സഭയ്ക്കുണ്ടാകുന്ന ഗുണം എന്നീ 3 വിഷയങ്ങൾ വളരെ വിശദമായി പൗലോസ് വിശദീകരിക്കുന്നുണ്ട്. എവിടെ? 1 കൊരിന്ത്യർ 12 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. 31-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? ഇനി അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇനി അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ കാണിച്ചു തരാം. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഈ വേദപുസ്തകം 66 പുസ്തകങ്ങൾ ഉണ്ട്, പക്ഷേ അത് മാറ്റിയിരിക്കാം. അധ്യായങ്ങളായി തിരിച്ചത് അത് എഴുതിയ ആൾക്കാരല്ല. പത്രോസോ പൗലോസോ ഒന്നുമല്ല ഈ ലേഖനങ്ങളെ അധ്യായങ്ങളായിട്ട് തിരിച്ചത്. അതൊക്കെ പിന്നീടുണ്ടായ ക്രമങ്ങളാണ്. അപ്പോൾ നമ്മുടെ വിചാരമുണ്ട് ഈ ഓരോ അധ്യായം തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല, എല്ലാം സ്റ്റാൻഡ് അലോൺ യൂണിറ്റ് ആണെന്ന ഒരു ചിന്തയുണ്ട്. അല്ല, ഇത് വേറെ വേറെയായിട്ട് തിരിച്ചത്, ഓരോ അധ്യായങ്ങളായിട്ട് തിരിച്ചത്, വാക്യങ്ങളായിട്ട് തിരിച്ചതും ആരാണ്? പിന്നീടുണ്ടായ ഇംഗ്ലീഷ്, ലാറ്റിൻ, ജർമ്മൻ തർജ്ജമകളിലാണ് വാക്യങ്ങളിങ്ങനെ തിരിച്ചത്. അതുകൊണ്ട് പണ്ട് കാലത്ത് വാക്യങ്ങൾ തിരിച്ചതും അധ്യായങ്ങൾ തിരിച്ചതും തമ്മിൽ വ്യത്യാസമുണ്ട്. പഴയ പുരാതന കയ്യെഴുത്ത് പ്രതികളിലൊക്കെ വ്യത്യാസമുണ്ട്. വാക്യങ്ങളെല്ലാം അധ്യായങ്ങൾ തന്നെ വ്യത്യാസമുണ്ട്. അതായത് സങ്കീർത്തനങ്ങൾ ചിലതൊക്കെ 2ആയും ചിലതെല്ലാം യോജിപ്പിച്ചുമൊക്കെ ഗ്രീക്ക് ബൈബിളിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതുപോലെ പല പുസ്തകങ്ങളും യെശയ്യാപ്രവചനത്തിൽ തന്നെ ഒരു വാക്യം കാണില്ല ഞാൻ പറഞ്ഞാൽ, കാരണം പക്ഷേ അത് 2ആയിട്ട് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ചില്ലറ വാക്യ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, അധ്യായ വ്യത്യാസങ്ങൾ. അപ്പോൾ 12ഉം 13ഉം അധ്യായങ്ങൾക്ക് അത് 2 പരസ്പരം യുക്തിപരമായ ലോജിക്കലി ഒരു കണ്ടിന്യൂഷനാണ്, തുടർമാനമായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 12 അവസാനിക്കുന്നത് എന്താ? ഇനി ഒരു ശ്രേഷ്ഠമായ മാർഗം ഞാൻ കാണിച്ചു തരാം. എന്താണ് ശ്രേഷ്ഠമായ മാർഗം? മനുഷ്യരുടെ ദൂതന്മാരുടെ മതി നമുക്കത് വായിച്ചാൽ ഒരുപാട് സമയം പോകും. അവിടെ സ്നേഹത്തെക്കുറിച്ചാണ് ആ ലേഖനം മുഴുവൻ, ആ അധ്യായം മുഴുവൻ. എന്താണ് സ്നേഹം? ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ 22-ാമത്തെ വാക്യത്തിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആത്മാവിൻ്റെ ഫലത്തിൽ ഏറ്റവും ആദ്യം സൂചിപ്പിക്കപ്പെടുന്ന സ്നേഹത്തെക്കുറിച്ചാണ്
അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ചാണ് അവിടെ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അതായത് ആത്മവരം ഉണ്ട് എന്ന് പറയുന്ന ഏവരും തീർച്ചയായും അവരിൽ എന്ത് കണ്ടിരിക്കണം, ഫലം കണ്ടിരിക്കണം. ഞാൻ രാവിലെ തുടങ്ങി വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ നൂറ്റാണ്ടിനെ പരിശുദ്ധാത്മാവിൻ്റെ നൂറ്റാണ്ട് എന്ന് പറയുന്നുവെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നെന്ന് പറയുന്ന പലരും സ്നേഹമില്ലാത്തവരും സന്മാർഗബോധമില്ലാത്തവരും ദുർനടപ്പവരുമായി പിടിക്കപ്പെട്ട്, ലോകത്തിൻ്റെ കൈയാൽ പിടിക്കപ്പെട്ട് സുവിശേഷത്തിന് അപകീർത്തി വരുത്തിയതിൻ്റെ കാരണം അവർ വരങ്ങളിൽ ഊന്നുകയും ആത്മാവിൻ്റെ ഫലത്തെ ത്യജിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഞാൻ അവരെ പറഞ്ഞില്ലേ, അതെവിടെയാണ്? അതായത് വരങ്ങളും ഫലങ്ങളും കൂടിയുള്ള ഈ ബന്ധം, വരങ്ങളെക്കുറിച്ച് പറയുന്ന വൈവിധ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു സഭയിൽ പല ശുശ്രൂഷകളുണ്ട്, അതെല്ലാം ആത്മീയ വർധനയ്ക്കായിട്ടാണ്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും എന്തോ ഇല്ലെങ്കിൽ എല്ലാം ശൂന്യമാണ്. ഇനി ആ ലേഖനം ഒന്ന്, ആ അധ്യായം ഒന്ന് വായിച്ചാൽ അവിടെ പറയുന്നത് ഓരോ ആത്മീയ വരങ്ങളെക്കുറിച്ചാണ്. ഒന്ന് വായിച്ചേ. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും. ഓക്കെ, അതെന്ത് വരാം? അന്യഭാഷ വരം. ഓക്കെ, അതുണ്ടെങ്കിലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്ര. അത് പോട്ടെ, അടുത്തത്. എനിക്ക് പ്രവചനവരമുണ്ടായിട്ട് എന്തില്ലെങ്കിൽ, സ്നേഹമില്ല, ആത്മാവിൻ്റെ ഫലമില്ലെങ്കിൽ എന്താ പറയുന്നേ? ഏതുമില്ല. ഓക്കെ, അപ്പോൾ അന്യഭാഷ പറയുന്നത് വെറുതെ പഴയ അലുമിനിയം പാത്രത്തിലിട്ട് അടിക്കുന്ന പോലെ ഉള്ളൂ. അതിനർത്ഥം ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെ പറയുന്നത്. എന്തെന്നാ വെച്ച്? മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളം. അത് പൊട്ടിയ കാലത്തിന് മുകളിലിട്ട് തട്ടുന്ന പോലെ ഉള്ളൂ. ഏതില്ലാതെ? സ്നേഹമില്ലാത്ത അന്യഭാഷ. സ്നേഹമില്ലാത്ത അന്യഭാഷ. ചിലപ്പോൾ അന്യഭാഷ പറയുന്നത് മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാനാണ്. ആ തരി എന്തില്ല, സ്നേഹത്തിൻ്റെ ഒരു പ്രവർത്തന യോഗ്യത കാണില്ല. പ്രവചനപരമുണ്ടെങ്കിൽ ഈ സ്നേഹമില്ലെങ്കിൽ എന്താണ്? ശൂന്യം. വായിക്കേ. എനിക്ക് പ്രവചനപരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും. അതെ, അതോടെ അവിടെ നിർത്ത്. ഈ പ്രവചനപരം എന്ന് പറയുന്നത് സർവമർമ്മങ്ങളെ എന്ത് ചെയ്യുന്നു? അതല്ലേ നമ്മൾ പറയില്ലേ, അച്ചിട്ട പോലെ എന്നാ പറയുന്നത്. പറയും. കാറിന് നമ്മൾ പോകുന്ന കാറിൻ്റെ നമ്പറൊക്കെ പറയും. അങ്ങനെ ഉണ്ടോ? സത്യത്തിലുണ്ടോ? അല്ല, നമ്പർ ശരിയാണോ? ചിലപ്പോൾ ശരിയായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ പണ്ടൊരു മജീഷ്യൻ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഞാൻ കോളേജിലായിരുന്ന അവസരത്തിൽ ഒരാളെ ഉറക്കിക്കിടത്തി ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് വേറൊരാളുടെ വാച്ചിൽ നമ്പർ സമയം പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ സാക്ഷി അതിനെ. എൻ്റെ കോളേജിൽ പഠിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പട്ടം എന്ന് വെച്ചാൽ ഒരു സ്ഥാനം കൊടുക്കാനായിട്ട് ബഹുമാനിക്കാൻ കൊണ്ടുവന്ന, ഒരു പേര് ഞാൻ മറന്നു, ഒരു നമ്പൂതിരിയാണ്. അപ്പോൾ അവിടെ മറ്റൊരാളുടെ വാച്ചിൽ സമയം പറയുന്നു. ഹിപ്നോട്ടിക് സ്ലീപ്പിൽ, നിദ്രയിൽ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഏത് കാറിൻ്റെയും നമ്പർ പറയുന്നൊരു കൊച്ചിൻ ലണ്ടനിലുണ്ട്. പെന്തക്കോസ്തുകാരൻ, അമ്മയപ്പൻ്റെ മോന. എത്രയോ എല്ലാ തലസ്ഥാനങ്ങളും അറിയാം, രാജ്യങ്ങളുടെ തലസ്ഥാനം അറിയാം. ആ കൊച്ചിന് ഒരു 10 വയസ്സായിട്ടില്ല. പക്ഷേ അവൻ്റെ അപ്പന് ഇവനൊരു ഷോക്ക് കൊണ്ടു കിടക്കും. അവൻ പല TV ഷോയിലും വന്നിട്ടുണ്ട്. പക്ഷെ അവൻ്റെ അമ്മയ്ക്ക് ഇവനെ കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. കാരണം അവന് ഓട്ടിസ്റ്റിക്കാണ്. അമ്മ നേഴ്സാണ്. അപ്പൻ നേഴ്സിൻ്റെ വാലയെ പിടിച്ച് പോയ ഒരു സാധാരണക്കാരൻ. അവൻ അത്ര വെളിവില്ല. അപ്പോൾ ഞാൻ ആ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇപ്പോൾ എല്ലാ തലസ്ഥാനവും അറിയാമെന്ന് വെച്ചാൽ ഏത് അങ്കിളിൻ്റെയും കാറും അറിയാം, നമ്പറും അറിയാം. ഈ ഇംഗ്ലണ്ടിലെ കാറിൻ്റെ നമ്പറൊന്നും നമ്മുടെ സിസ്റ്റമാറ്റിക് അല്ല. അമേരിക്കയിലൊക്കെ കാറ് തോന്നിയ നമ്പറല്ല ഇടുന്നത്. അതൊക്കെ ആ കൊച്ചിനും അറിയാം. ഇന്നലെ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ സഭായോഗം കഴിഞ്ഞപ്പോൾ ഒരാളെ കണ്ടു. 29 വയസ്സ് കുരുടായ മനുഷ്യനാണ്. അദ്ദേഹം ബ്രെയിൽ പഠിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു 2002 കണ്ണിൻ്റെ കാഴ്ച പെട്ടെന്ന് നഷ്ടപ്പെട്ടെ. പക്ഷെ അയാൾ എന്നോട് ഫോൺ നമ്പർ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നാൽ കുറിച്ചെടുത്തിട്ട് കാര്യമില്ലല്ലോ, ഈ ഫോണിന് ഇങ്ങനെ ബ്രെയിലും ഇല്ലതാനും. അദ്ദേഹത്തിൻ്റെ 300 ചില്ലാനം ഫോൺ നമ്പേഴ്സ് കാണാതറിയാം, എൻ്റെ നമ്പർ അടക്കം. ഇന്നലെ ഞാൻ പറഞ്ഞു കൊടുത്ത നമ്പർ, അതിൽ എന്നെ വിളിക്കുകയും ചെയ്തു പുള്ളി. ആ നമ്പർ വെച്ചു. കാരണം ദൈവം അങ്ങനെയൊക്കെ ഉണ്ടാവും.
പക്ഷെ അത് ആത്മാവിൻ്റെ ഫലമാണെന്നൊന്നും എനിക്കറിയത്തില്ല. വന്ന കാറിന് നമ്പർ, രോഗം ഒക്കെ ഉണ്ട്. ചിലരൊക്കെ ക്യാൻസർ ഇറങ്ങിപ്പോകുന്നു ഞാൻ കാണുന്നു. ഇപ്പോൾ യൂട്യൂബ് ഉള്ളതുകൊണ്ട് എല്ലാം പരസ്യമാണ്. ഈ ഒരുത്തനെ പറയാതെ ഇറങ്ങിപ്പോകുന്നു, ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നും പറഞ്ഞ് ഒരു വീഡിയോ. ഇപ്പോൾ ട്രോളിംഗ് ഉണ്ടല്ലോ, ഈ എല്ലാവരും അങ്ങോട്ടൂടെ പടിയാക്കാമല്ലോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇട്ടു, അങ്ങനെ ക്യാൻസർ ഇറങ്ങി ഇവിടേക്ക് ഇറങ്ങുന്നു ഇങ്ങനെ പോയി എന്നും പറഞ്ഞ ഹല്ലേലൂയ സ്തോത്രം എന്നൊക്കെ പറയും. അടുത്ത ക്ലിപ്പ് ഒരു ബിരുദനിട്ടതാ ഈ വീഡിയോയുടെ ജെന്യുൻ വീഡിയോ. തൊട്ടപ്പുറത്ത് ഈ സ്ത്രീയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ പടം. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടായിട്ടും അതിന് മുമ്പ് ഞാൻ പൗലോസിന് ഒരു ആഡ് ചെയ്യാം, സുബോധമില്ലെങ്കിൽ. മനുഷ്യനെ കളിപ്പിക്കുന്ന ഒരു ലിമിറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള സുബോധമില്ലെങ്കിൽ, അല്ലേ? ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞാൽ മനുഷ്യനെ വടിയാക്കുന്നതിന് ഒരു പരിധി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഏതുമില്ല. അടുത്തത്, എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും. ഇനി ദാനം ചെയ്യുക. ഏത്? മേഴ്സി മിനിസ്ട്രി. ആദിമസഭ ചെയ്തതുപോലെ, ബർണബാസ് ചെയ്തതുപോലെ, അല്ലേ? പിന്നെ നമ്മുടെ സഫറിയും അനന്യാസും ചെയ്യാൻ ശ്രമിച്ചതുപോലെ എല്ലാം ചെയ്തിട്ടും എന്തില്ലെങ്കിൽ? സ്നേഹമില്ലെങ്കിൽ. അപ്പോൾ വരങ്ങളും ഫലവും തമ്മിലുള്ള ബന്ധം, അവ തമ്മിൽ ചേർന്ന് പോകുന്നില്ലെങ്കിൽ എന്തില്ല? ഒരു ഗുണവും ഇല്ല. അങ്ങനെ വരുമ്പോൾ പ്രിസിഡൻസ് ഏതിനാണ്? വരത്തിനാണോ ഫലത്തിനാണോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അവിടെ എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ രണ്ടും ഒരുപോലെ തുല്യമാണ്. പക്ഷേ രണ്ടാമത്തെ ഫലമില്ലാത്ത വരം ശരിയല്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഏതാണോ കൂടുതലെന്നല്ല പറഞ്ഞു. ചിലർ പറയും ആത്മാവിൻ്റെ ഫലമാണ് ആവശ്യം, ആത്മാവിൻ്റെ വരങ്ങൾ ആവശ്യമില്ലെന്ന്. പക്ഷേ വചനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആത്മാവിൻ്റെ ഫലം ഇല്ലാതെ ആത്മാവിൻ്റെ വരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആർക്കും പ്രവചിക്കാം. പ്രവചനം ക്രിസ്ത്യാനികൾക്ക് മാത്രമൊന്നുമല്ല, പരിശ്രമമുള്ളവർക്കൊന്നും. എത്ര പ്രവചിക്കുന്നുണ്ട്. പിന്നെ ജ്യോതിഷക്കാർക്ക് എന്താ വേറെ ജോലി? നമ്മുടെ ഈ ജ്യോതിഷം കൈ നോക്കുന്നവർക്ക് എന്താ ജോലി? അവരും പ്രവചിക്കുന്നുണ്ടല്ലോ, കുറേയൊക്കെ ശരിയാവുന്നുണ്ടല്ലോ. ഞാൻ വിചാരിച്ച് കമലാ ഹാരിസ് ജയിക്കുമെന്നാണ്. അങ്ങനെ ജയിക്കണമെന്ന് എൻ്റെ പ്രസിഡൻ്റൊന്നും അല്ലെങ്കിലും പുള്ളിക്കാരി ജയിക്കുമെന്നാണ് എൻ്റെ ബുദ്ധിയിൽ ഞാൻ കണക്ക് കൂട്ടിയത്. അല്ല, പക്ഷെ അതിന് മുമ്പ് ട്രംപ് തോക്കണം. ട്രംപിൻ്റെ ഭൂരിപക്ഷം ഇല്ലാതിരുന്ന അവസരത്തിൽ ട്രംപ് ജയിക്കുമെന്ന് പറഞ്ഞ ഒരു പ്രവാചകനുണ്ട് അമേരിക്കയിൽ. There was a man who prophesied that Trump will win when Trump's rating was very low. അപ്പോൾ ഞാൻ വിശ്വസിച്ച് എന്താ ഇയാൾ വോട്ടനെന്നാ. പെന്തക്കോസ്തുകാരനല്ല കേട്ടോ, പെന്തക്കോസ്തുകാരനൊന്നുമല്ല. പക്ഷെ അത് ശരിയല്ലേ? അല്ലേ? ഞാൻ പറഞ്ഞത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമൊന്നും വേണ്ട പ്രവചനം ചെയ്യാൻ. അപ്പോൾ ഇന്ന് ഞാൻ അമേരിക്കയിൽ നിന്ന് എൻ്റെ നെവിയോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്കിൾ കൊച്ചപ്പ, ഐ തിങ്ക് ഹാരിസ് ഈസ് ലൂസിങ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ ആർക്കാ വോട്ട് ചെയ്തത് മോനെ? ഞാൻ തേർഡ് പാർട്ടിക്കാണ് വോട്ട് ചെയ്തത്. എല്ലാ ഇലക്ഷനും ഞാൻ തേർഡ് കാൻഡിഡേറ്റിന് വോട്ട് ചെയ്യാറുള്ളതാണ്. അവൻ്റെ വാശി അങ്ങനെ. ആദ്യത്തെയും ഡെമോക്രാറ്റിനും വോട്ട് ചെയ്യില്ല, റിപ്പബ്ലിക്കിനും വോട്ട് ചെയ്യത്തില്ല. വേറെ ഏതൊരു പാർട്ടിയുണ്ട് അവിടെ, ലിബറൽ എന്തൊക്കെ, അവർക്കാവും വോട്ട് ചെയ്യുന്നത്. കാരണം അവന് അത്രയ്ക്ക് ഈ രാഷ്ട്രീയത്തിൽ വിശ്വാസമുള്ളൂ. ഞാൻ പറയാൻ കൊടുത്തതിൻ്റെ കാര്യം, പ്രവചിക്കാം. രോഗശാന്തി പെന്തക്കോസ്തുകാർക്ക് മാത്രമേ ഉള്ളൂ. അജ്മീറിൽ എന്താ നടക്കുന്നത്? അജ്മീർ മുസ്ലിം ജാറത്തിൽ നടക്കുന്നില്ലയോ? അവിടെ ആൾക്കാർ പോകുന്നത് എന്തുകൊണ്ടാണ്? ആരെങ്കിലും രോഗസൗഖ്യം കിട്ടിയെന്ന് പറയുന്നുണ്ടല്ലേ. ആർക്കെങ്കിലും കിട്ടിയെന്ന് പറയുള്ളൂ. അത് അവിടെ ആത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറയാൻ പറ്റത്തില്ല. ഇതെല്ലാത്തിനും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. മനസ്സിലായോ? പക്ഷേ ഇത് ആത്മാവിൻ്റെ പ്രവർത്തനമാകുന്നത് അതിൻ്റെ പുറകിലുള്ള ഫലം കൊണ്ടാണ്. ഫ്രൂട്ട് substantiates the gift. The fruit of the Spirit substantiates the gift. ആത്മാവിൻ്റെ ഫലമാണ് ആത്മാവിൻ്റെ വരങ്ങളെ എന്ത് ചെയ്യുന്നത്? സ്വാധീകരിക്കുന്നത്. പല ശുശ്രൂഷകളും നമ്മൾ അളക്കേണ്ട മാനദണ്ഡം ഇവിടെയാണ്. ഇവിടെ ഞാൻ കണ്ടത് സ്നേഹത്താലുള്ളൊരു ശുശ്രൂഷയാണോ, പേഷ്യൻ്റായിട്ടുള്ള ശുശ്രൂഷയാണോ? ആത്മാവിവരങ്ങൾ എന്തൊക്കെയാണ്? സ്നേഹം, പിന്നെ എന്തൊക്കെയാണ്? ഒന്ന് മനപ്പാടം പറയാം ആർക്കെങ്കിലും. സ്നേഹം,
ദീർഘക്ഷമ, പരോപകാരം, ദീർഘക്ഷമ, പിന്നെ ഒന്ന് ക്രമത്തിൽ പറഞ്ഞേ, വിശ്വസ്തത. യെസ്. രോഗശാന്തി വരങ്ങളും ക്രൂസൈഡും നടത്തിയിട്ട് കയ്യിൽ കിട്ടുന്ന കാശ് നേരെയും ചൊവ്വനെ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അതിൽ വിശ്വസ്തതയില്ലെങ്കിൽ, അത് വിശ്വസിക്കാൻ പോകരുത്, ആ പ്രവർത്തനത്തെ വിശ്വസിക്കാൻ പോകരുത്. അതുകൊണ്ട് നാട്ടുകാർക്കൊരു പ്രയോജനം ഇല്ലെങ്കിൽ, അതുകൊണ്ട് സ്വന്തം ഇന്ദ്രിയങ്ങളുടെ മീതെ ജയമില്ലെങ്കിൽ. ഞാൻ കഴിഞ്ഞ ദിവസം നല്ല പാട്ടായടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒരു അമേരിക്കൻ ഇവാഞ്ചലിസ്റ്റാണ്. 3 പ്രാവശ്യം വേശ്യാമകളുടെ കൂടെ പിടിച്ചത്. ഞാൻ വേറൊന്നും പറഞ്ഞില്ല. 3 times he was caught in the company of prostitutes. One of the American evangelists. പേര് ഞാൻ പറഞ്ഞ നിങ്ങൾ അത് മാന്യതയല്ലല്ലോ. നല്ല സൂപ്പർ പാട്ട്, നല്ല പ്രസംഗമാണ്. അതുകൊണ്ട് എന്താ കാര്യം? ഇല്ല. അപ്പോൾ ആത്മാവിൻ്റെ വരങ്ങൾ, അതുകൊണ്ട് പൗലോസ് പറയുന്നത് എന്താണെന്നറിയോ? ആത്മവരങ്ങൾക്ക് വേണ്ടി വാഞ്ചിപ്പനെന്നാണ് പറയുന്നത്, അല്ലേ? തൊട്ട് മുമ്പത്തെ വാക്യം എന്താ വായിച്ചേ? വിശേഷാൽ പ്രവചനവരം വാഞ്ചിപ്പിൻ. സ്നേഹമാചരിപ്പാൻ ഉത്സാഹിപ്പിൻ, ആത്മീക വരങ്ങളും വിശേഷാൽ പ്രവചനവരവും വാഞ്ചിപ്പിൻ. അത് വാഞ്ചിക്കണം. എന്ത് വേണം? ആ ശുശ്രൂഷകൾ. ഇതിൽ ഏതാണ് എൻ്റെ ശുശ്രൂഷ? ദൈവനെ രോഗശാന്തി വരെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ കർത്താവ് നമുക്ക് എന്ത് തരാം? ഒന്നിലധികം വരങ്ങൾ തന്നെന്ന് വരാം. പക്ഷെ ഒന്നുമില്ലാത്തവരാരും ഉണ്ടാവില്ല, തിരിച്ചറിയുന്നില്ല എന്നേ ഉള്ളൂ. പൗലോസിന് ഒന്നിലധികം വരങ്ങളുണ്ടായിരുന്നു. പൗലോസ് അന്ത്യോക്യയിൽ ഒരു പ്രവാചകനായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്, അല്ലേ? പക്ഷെ പൗലോസ് ആരായിരുന്നു? അതേസമയം മരിച്ച യൂത്തിക്കോസിനെ ഉയർപ്പിക്കാനും കഴിയുമായിരുന്നു. പൗലോസിൻ്റെ യാത്രയിൽ രോഗികളെ സൗഖ്യമാക്കിയിട്ടില്ലേ? ഭൂതങ്ങളെ പുറത്താക്കിയിട്ടില്ലേ? ഈ വരങ്ങളെല്ലാം ആരിലുണ്ടായിരുന്നു? പൗലോസിലുണ്ടായിരുന്നു. അതുപോലെ പൗലോസിൽ മുഴച്ചു നിന്ന ഫലമാണ് സ്നേഹം. യെരുശലേമിലെ സഭ ദാരിദ്ര്യത്താൽ കഷ്ടപ്പെടുന്നറിഞ്ഞ് തൻ്റെ 3ാമത്തെ മടക്കയാത്രയിൽ പട്ടണം തോറും കയറിയിറങ്ങി പൗലോസ് ധനശേഖരണം നടത്തി. അവിടെ കൊണ്ട് തീർന്നില്ല. ഈ അപ്പോസ്തല പ്രവൃത്തികൾ പിന്നീടൊരു അവസരം കിട്ടുമ്പോൾ ഞാൻ പഠിപ്പിക്കാം. അവിടെ അത് വളരെ ശക്തമായിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ്. അവിടെ വരുന്ന അവസരത്തിൽ പൗലോസ് അത് മാത്രമല്ല, ഇതാരാ ഈ ദാനം ഇവിടെ കൊണ്ടുകൊടുത്തെന്ന് അറിയാമോ? എല്ലാ സഭകളിലും എവിടെ നിന്നെല്ലാം പൈസ വാങ്ങിച്ചിട്ടുണ്ടോ അവരുടെ പ്രതിനിധികളും കൂടെ വന്നു കൊടുത്തത്. അതായത് പൗലോസിൻ്റെ കൈ ഈ കാശ് മുട്ടിയില്ലെന്നുള്ളതാണ്. അത് നിങ്ങൾ ആ ഭാഗം മറന്നു കാണും, അല്ലേ? അല്ലെങ്കിൽ ശ്രദ്ധിച്ച് കാണത്തില്ല. ആ 3ാം മിഷണറി യാത്ര ഒന്ന് വായിച്ചു നോക്കണം, അവസാനത്തെ ഭാഗം. പൗലോസ് അവിടുന്ന് ഓരോ സഭകളും അയച്ച പ്രതിനിധികളും കൊണ്ടാണ് പൗലോസ് യെരുശലേമിലേക്ക് വന്നത്. അക്കൗണ്ടബിലിറ്റി. ഞാൻ മഹാകവി KV സൈമൺ സാറിനെ പണ്ട് ഈ വിശുദ്ധിയൊക്കെ വളരെ സ്ട്രിക്റ്റായിട്ട് പാലിച്ച ഒരു പാരമ്പര്യം നമുക്കുണ്ട് ഈ കേരളക്കരയിൽ. അത് ചിലപ്പോൾ അതിരുവിട്ടൊക്കെ പോയിട്ടുണ്ട്. ഒരു പാസ്റ്റർ KV സൈമൺ, പാസ്റ്ററല്ല, മഹാകവി KV സൈമൺ എന്ന് പറയുന്ന ദേവദാസിനെ കുറിച്ചൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. കഥ സംഭവകഥയല്ല, സാധാരണ രീതിയിലുള്ള കാര്യമാണ്. അദ്ദേഹം ഒരിക്കലും കാശ് കൈ കൊണ്ട് തൊടില്ല, പണം കൈ കൊണ്ട് തൊടില്ല എന്ന് പുള്ളിയുടെ ജീവിതത്തിലൊരു തീരുമാനമാണ്. ഞാൻ പൈസ കൊടുത്തത്, എൻ്റെ സ്വന്തം കാശിൻ്റെ കാര്യം പറഞ്ഞത്, തൊടത്തില്ലെന്ന്. അപ്പോൾ പിന്നെ എങ്ങനെ കാശ് കൊടുക്കുന്നേ? വീട്ടിലാണെങ്കിൽ ഭാര്യയോട് പറയും, എടുത്ത പിന്നെ ഇത്തിരി പൈസ കൊടുക്കുക, സഹോദരിയോട് പറയും. പുള്ളി അതുകൊണ്ട് കൊടുത്തില്ല. അപ്പോൾ യാത്ര ചെയ്യുമ്പോഴോ എപ്പോഴും കൂടെ ഒരു സഹായി ഉണ്ടായിരിക്കും. അപ്പോൾ ബസ്സിൽ കയറുമ്പോൾ കാശ് കൊടുക്കാൻ ഈ അസിസ്റ്റൻ്റാണ് കാശ് കൊടുക്കുന്നത്. എന്നാൽ പോലും ബസ്സിൽ ടിക്കറ്റിന് പോലും അല്ലെങ്കിൽ ഒരു ചായപ്പീടിയെ കയറിയാൽ പോലും KV സൈമൺ, മഹാകവി KV സൈമൺ സാറിന് ദൈവമനുഷ്യൻ പണം കൈ കൊണ്ട് തൊടില്ല. അത്രയ്ക്കൊന്നും പോകേണ്ട കാര്യമില്ല. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഇന്നിപ്പോൾ എല്ലായിടത്തും. പക്ഷേ പൈസ കൊടുക്കാതെ പോകരുത്. അതാണ് വേറൊരു തരം ആത്മാഭിഷേകക്കാരുടെ പരിപാടി, പൈസ കൊടുക്കാതെ മിന്നുക എന്നുള്ള. അല്ലല്ല, ഇന്ന് KV സൈമൺ സാറൊന്നും ഉണ്ടായിരുന്നെങ്കിൽ പുള്ളി ആദ്യം ഗൂഗിൾ പേ എടുക്കുന്ന പുള്ളി ആയിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ. ഒരാളുടെ കൂലി ഒഴിവാക്കാമല്ലോ. ഈ പൗലോസ് ഈ സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കുക മാത്രമൊന്നല്ല ഇത്, ഞാനതാ പറയാൻ കൊടുന്നു.
പൗലോസ് ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുന്ന അവസരത്തിൽ, പൗലോസ് പരോപകാരത്തെക്കുറിച്ച് പറയുന്ന അവസരത്തിൽ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ പരോപകാരം പുള്ളിയുടെ ഉള്ളിലുണ്ട് അല്ലേ? ഇന്ദ്രിയജയം പൗലോസിനില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. പക്ഷെ അതേ സമയത്ത് പൗലോസ് പല ആത്മീയ വരങ്ങൾ, പ്രവചനപരവും രോഗശാന്തിപരവും അന്യഭാഷാപരവും, നിങ്ങളെക്കാൾ ഏറെ ഞാൻ അന്യഭാഷ സംസാരിക്കുന്നതാണ് പറഞ്ഞത്. ഒന്ന് രണ്ടുപേരും ഇരുന്ന് പറഞ്ഞു നോക്ക്, ഞാൻ കൂടുതൽ പറയുന്ന പൗലോസ് പറയേണ്ട കാര്യം. അത് പറയുന്ന ആരും എന്നെ തോപ്പിക്കാൻ വരണ്ട. ആര്? അന്യഭാഷയുടെ കാര്യം പറഞ്ഞിട്ടേ എന്നെ ആരും തോപ്പിക്കാൻ വരണ്ട എന്നാ പൗലോസ് പറഞ്ഞേ. പൗലോസ് മൈക്കിലൂടെ അന്യഭാഷ പറഞ്ഞോന്നൊന്നും ഇവിടെ എഴുതിയിട്ടില്ല. അതിനെ പൗലോസിനെ കടത്തി വിട്ടുന്ന നെല്ലിമിടുക്കന്മാരുണ്ട്. അത് പോട്ടെ, അതെന്തെങ്കിലും ആവട്ടെ. ഞാൻ പറയാൻ കൊടുക്കുന്നത് ഫലങ്ങളും കൃപകളും വരങ്ങളും ഒരുപോലെ ബാലൻസ് ചെയ്ത ഒരു മഹത്തായ വ്യക്തിത്വമാണ് പൗലോസിൽ നമ്മൾ കാണുന്നത്. ഇതേ വ്യക്തിത്വം തന്നെ നമ്മൾ കർത്താവിലും കാണാം. അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി മരുഭൂമി വിട്ടു പോയി. പരിശുദ്ധാത്മാവിനാൽ അവൻ മരുഭൂമിയിൽ പോയി പരീക്ഷിക്കപ്പെടാൻ. അതേ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി അവൻ തൻ്റെ ശുശ്രൂഷയിൽ വരികയാണ്. നസ്രത്തിലെ സിനഗോഗിൽ, പള്ളിയിൽ അവൻ ശുശ്രൂഷിച്ചപ്പോൾ തന്നിൽ ആത്മാവിൻ്റെ നിറവുണ്ട്. അതുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ യോബേൽ സംവത്സരം നിങ്ങളോട്, അല്ലെങ്കിൽ വർഷം, യുഗം ആരംഭിച്ചിരിക്കുന്നു, വിടുതലിൻ്റെ യുഗം ആരംഭിച്ചിരിക്കുന്നു എന്ന് കർത്താവ് അവിടെ പ്രഖ്യാപിക്കുക. യെശയ്യാ പ്രവചനത്തിൽ നിന്ന് വായിച്ച് വ്യാഖ്യാനിച്ചത് തന്നെക്കുറിച്ച് തന്നെ. അതാണ് ഭർത്താവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭം. ഭർത്താവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ആക്ട്സ് ഓഫ് മേഴ്സി ഉണ്ട്, സുവിശേഷ ഘോഷണത്തിലെ ധൈര്യമുണ്ട്. അത് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന തൃത്വത്തിൻ്റെ മൂന്ന് വ്യക്തികളായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അപ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഈ വരങ്ങളെ മാറ്റി നിർത്തി, ഫലത്തെ മാറ്റി നിർത്തി എന്നുണ്ട്. അതാണ് സത്യത്തിൽ പൗലോസ് ഇവിടെ പറയുന്നത്. ഗലാത്യ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 22 മുതലായ ഭാഗത്ത് പറയുന്നത്. പക്ഷേ അവിടം കൊണ്ടായില്ല. ഞാൻ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് സീറോയിൻ ചെയ്യുക, വളരെ സിസ്റ്റമായിട്ട്. പൗലോസ് പറയുന്ന 2 കാര്യങ്ങളാണ് അവിടെ പ്രധാനം. അതിൻ്റെ പശ്ചാത്തലത്തിലേ നമുക്ക് ഈ ഫലങ്ങളെ കാണാനായിട്ട് കഴിയുള്ളൂ. പൗലോസ് ഈ ലേഖനം എഴുതിയതിന് പല കാരണങ്ങളും, 2 പ്രധാന കാരണങ്ങളിൽ ഒന്ന്, അതായത് ഒരു ദുരുപദേശത്തെ എന്തു ചെയ്യാൻ വേണ്ടിയാണ്? ഖണ്ഡിക്കാൻ വേണ്ടിയാണ്. 2, ന്യായപ്രമാണത്തിൽ ഉപരിയായ ദൈവത്തിൻ്റെ ഒരു പ്രമാണമുണ്ട്. അതെന്താണ്? ഹോളി സ്പിരിറ്റ്. മനസ്സിലായോ? അപ്പോൾ അതിനെ കുറിച്ചാണ് പൗലോസ് എന്ത് ചെയ്യുന്നത്? ഈ ലേഖനത്തിൽ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഒന്നുകൂടെ ഞാൻ പറയാം. ന്യായപ്രമാണം അനുസരിച്ച് നടക്കുന്നതല്ല വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. 2, ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചവരും അതിനനുസരിച്ച് ജീവിക്കുന്നവരും ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ അംഗങ്ങളാണ്, ന്യായപ്രമാണം പ്രകാരം ജീവിക്കുന്നവർ അല്ല. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഫലങ്ങളെക്കുറിച്ച് പൗലോസ് പറയുന്നത്. വ്യക്തമായ സൂചനകൾ കിട്ടുന്നത് 15-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ വായിച്ചാൽ ആദിമ സഭയിൽ നടന്നിരുന്ന 2 ധാരകളെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും. ഒന്നാതാ, ഒന്ന് വായിച്ച 15-ൻ്റെ 1. വായിച്ചോ, മൈക്കിലൂടെ വായിച്ചോ. യെസ്, സഹോദരന്മാരെ ഉപദേശിച്ചു. ഇത് അന്ത്യോക്യയിലേക്ക് വന്ന ചില ആളുകൾ, യെരുശലേമിൽ വന്ന ചില ആളുകൾ അത് ചെയ്തത്. ഗലാത്യ ലേഖനത്തിൽ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ വിശദമായിട്ട് എഴുതുന്നുണ്ട്. ഇതേ കാര്യം ഗലാത്യ ലേഖനത്തിൻ്റെ ആരംഭ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് 3-ാം അധ്യായത്തിലൊക്കെ വളരെ വിശദമായിട്ട് പൗലോസ് ഇതെടുത്ത് പറയുന്നുണ്ട്. ഇങ്ങനെ അവർ വന്ന് പ്രസംഗിച്ചപ്പോൾ പത്രോസ് ചെയ്തായ പ്രമാദത്തെക്കുറിച്ചുമൊക്കെ ഗലാത്യ ലേഖനം വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ വാക്യം വായിച്ചാൽ എളുപ്പമാണെന്ന് വിചാരിച്ചാൽ ഞാനിത് വായിച്ചത്. യഹൂദ, ഒന്നുകൂടെ വായിച്ച വാക്യം. യഹൂദിയിൽ നിന്ന് ചിലർ വന്നു, നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷപ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. യെസ്, രക്ഷപ്രാപിപ്പാൻ നിങ്ങൾ എന്ത് ചെയ്യണം?
പരിച്ഛേദന, അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കണം. ഗലാത്യ ലേഖനത്തിലേക്ക് വരുന്ന അവസരത്തിൽ ഈ പരിച്ഛേദന മാത്രമല്ല, ഉത്സവങ്ങളും മറ്റ് കാര്യങ്ങളും കൂടെ ആചരിക്കണമെന്ന് ഗലാത്യയിലേക്ക് അന്ത്യോക്യയിൽ വന്നവരെ ഇത് പറഞ്ഞത്. അതിൻ്റെ വിപുലീകരണമാണ് ഗലാത്യയിലേക്ക് വന്ന ആളുകൾ പറഞ്ഞത്. ഇതിനൊരു ന്യായമുണ്ട്. ന്യായം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് രക്ഷയ്ക്ക് അടിസ്ഥാനം? യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലുള്ള മരണം. അപ്പോൾ യേശു ക്രിസ്തു ആരായിരുന്നു? ഏറ്റവും നാളിൽ പരിച്ഛേദനയേറ്റൊരു മനുഷ്യനായിരുന്നു. യഹൂദനായി ജീവിച്ച മനുഷ്യനായിരുന്നു. യഹൂദ ന്യായപ്രമാണപ്രകാരം ജീവിച്ച ഒരു യഹൂദനായിരുന്നു. ആരെ? അവൻ യഹൂദനിലൂടെയാണ് രക്ഷ വന്നത്. നമ്മളൊരു റേഷ്യലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദേശീയതയെക്കുറിച്ച്, നാഷണാലിറ്റിയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്ലേ? യെസ്. ആദ്യം അപ്പോസ്തലന്മാരാരായിരുന്നു? യെസ്. ജാതീയനായ ഏതെങ്കിലും അപ്പോസ്തലനുണ്ടായിരുന്നോ? ആരംഭകാലങ്ങളിൽ ഇല്ലായിരുന്നു. 12 അപ്പോസ്തലന്മാരാരായിരുന്നു? യഹൂദന്മാരായിരുന്നു. പൗലോസ് ആരായിരുന്നു? പരിച്ഛേദനയേറ്റ യഹൂദനായിരുന്നു. അപ്പോൾ ന്യായമായും ചിന്തിക്കാവുന്നത്, ക്രിസ്തുവിലുമുള്ള രക്ഷ പ്രാപിക്കണമെങ്കിൽ ആദ്യം ആരാകണം? യഹൂദനാകണം. ക്രിസ്തു യഹൂദനല്ലേ? അതിനെന്ത് വേണം? പരിച്ഛേദനയാക്കണം. പരിച്ഛേദനയായിട്ട് യഹൂദനായിട്ട് ആയവനുള്ള അടുത്ത അനുഭവമാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളത്. മനസ്സിലായോ? ഇതാണ് ദുരുപദേശത്തിൻ്റെ ജുഡൈസിങ് പ്രവണത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ദുരുപദേശം. ഇത് ഒരു പക്ഷേ വളരെ എന്താ പറയുന്നത്, ഇന്നസെൻ്റായിട്ടുള്ള ഒരു ലോജിക്കൽ ബിലീഫ് ആയിരിക്കാം. പക്ഷേ ഇതിനെന്തിനാ ചില 2 വർഷത്തിനിടയിലാണ് ഈ ലേഖനം എഴുതുന്നതാണ് എൻ്റെ അറിവ്. അതായത് പൗലോസ് അവിടെ പ്രസംഗിച്ച് അവനൊരു കാര്യം കൊണ്ടുപോട്ടെ, ഗലാത്യർ എന്ന് പറയുന്ന ഒരു സഭയല്ല, പല സഭകളാണ്. ഗലാത്യ എന്ന് പറയുന്ന ഒരു സിറ്റി അല്ല, പട്ടണമല്ല, അതൊരു റീജിയനാണ്, അതിലൊരു സംസ്ഥാനമാണ്, കേരളം എന്ന് പറയുന്ന പോലെ. അല്ലാണ്ട് ഒരു സഭയല്ല, അത് ഓർക്കണം. ഫിലിപ്പയിലെ ഒരു പട്ടണത്തിലെ സഭയാണ്. ഗലാത്യയിലെ സഭകൾ എന്ന് പറയുന്നത് ഒരു സംസ്ഥാന പ്രദേശത്ത്, റീജിയൻ. പെർട്ടിക്കുലർലി അത് നോർത്തായിരുന്നോ സൗത്തായിരുന്നോ എന്നൊക്കെയുള്ള വാദങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സൗത്ത് ആയിട്ടുള്ള ഗലേഷ്യയിലാണ് പൗലോസ് പ്രസംഗിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഭൂരിപക്ഷവും വിശ്വസിക്കുന്നത്. നിങ്ങളതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും വിഷമിക്കേണ്ടതായില്ല. പക്ഷേ ഇതിന് വേറൊരു വശം കൂടിയുണ്ട്. അതായത് ഇവർ ജീവിച്ചിരുന്ന, കർത്താവ് ജീവിച്ചിരുന്ന കാലത്തും റോമൻ ചക്രവർത്തി ദൈവമാണ് എന്ന് പറഞ്ഞ് റോമൻ ചക്രവർത്തി ആരാധിക്കുന്ന റോമൻ ഇമ്പീരിയൽ കൾട്ട് എന്നുള്ള ഒരു മതഭാഗം ഉണ്ടായിരുന്നു. റോമൻ ചക്രവർത്തി ആരാണ്? ദൈവമാണ്. അപ്പോൾ സാർ അല്ലെങ്കിൽ റോമൻ ചക്രവർത്തിയെ ലോർഡ്, അതിൻ്റെയാണ് കർത്താവ് എന്ന് പറയുന്നത്, വർഷിപ്പ് യോഗ്യനായ മനുഷ്യൻ. മനസ്സിലായോ? അങ്ങനെ ചില ദൈവങ്ങളുണ്ട്. അതുകൊണ്ട് ഫിലിപ്പർക്കുള്ള കൈസരിയിൽ ചെന്നപ്പോഴാണ് കർത്താവ് ചോദിച്ചു ശിഷ്യന്മാർ, ഞാൻ ആരെന്ന് നിങ്ങൾ പറയുന്നു? ഫിലിപ്പർക്കുള്ള കൈസരി എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഫിലിപ്പ് എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ ഒരു വലിയ വിഗ്രഹം വെച്ചിട്ട് ഞാൻ ദൈവമെന്ന് പറയുകയും അയാളെ ആരാധിക്കാൻ ഒരു കൾട്ട് ഉണ്ടാക്കുകയും ചെയ്തു. ആ പ്രദേശത്ത് എന്നിട്ട് കർത്താവ് ചോദിക്കുകയാണ്, ഞാൻ ആരെന്ന് പറയാൻ? ഫിലിപ്പ് അല്ലെന്ന് പറയണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഫിലിപ്പ് അല്ല ദൈവം, ഞാനാ ദൈവമെന്ന് അവിടെ കർത്താവ് പത്രോസ് ഏറ്റു പറയാം. അത് പിന്നെ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ കൈസർ ദൈവമല്ല, കൈസരെ കർത്താവ്, ലോർഡ്, അഡോണായ്, കുരിയോസ് എന്ന് വിളിച്ചില്ലെങ്കിൽ ശിക്ഷാർഹമാണ്. അത് ദേശദ്രോഹമാണ് അന്നത്തെ കാലത്ത്. അതുകൊണ്ട് എല്ലാവരും എന്ത് വിളിക്കും? കൈസരെ ലോർഡ്, ദൈവം എന്നുള്ള അർത്ഥത്തിൽ, ആരാധ്യയോഗ്യനാണെന്ന് ഉള്ള അർത്ഥത്തിൽ ലോർഡ് എന്ന് വിളിക്കണം. പക്ഷേ ക്രിസ്ത്യാനികൾക്കൊരു പ്രശ്നമുണ്ട്. അവരുടെ പഴയ നിയമം മുതൽ സെപ്റ്റുവിജൻറ്റ്, ഗ്രീക്ക് പഴയ നിയമം, അത് അവർ വായിക്കുകയൊക്കെ ചെയ്തുകൊണ്ട്, പള്ളികളിൽ വായിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതിലാണ് വിശ്വാസമല്ല. ന്യൂ ടെസ്റ്റ്മെൻ്റ് എല്ലാ കൊട്ടേഷൻസും ഗ്രീക്ക് ന്യൂ ടെസ്റ്റ്മെൻ്റ് എന്നാണ്. അവിടെ എഴുതുന്നത് കൂരിയോസ് എന്ന്. ആ കൂരിയോസാണ് ഈ കൂരിയോസ്, അതായത് ആ ലോർഡാണ് ഈ ലോർഡ്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ അവരെ അനുഗമിച്ചോ ക്രിസ്തു ആകുന്നു.
യാക്കോബിൻ്റെ യൂദയുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ചെങ്കടൽ കടത്തിയത് കർത്താവ് യേശു ക്രിസ്തു എന്നുള്ള വ്യക്തമായിട്ട് പറയുന്നത്. ചില മാനുസ്ക്രിപ്റ്റ്സില്ല, ചില മലയാള ഇംഗ്ലീഷ് വേർഷൻസിലുണ്ട് മിക്കവാറും. അപ്പോൾ ഞാൻ പറഞ്ഞത്, അവർ വിശ്വസിക്കുന്നത് യേശു നസ്രായന യേശുവാണ് കർത്താവെന്ന്. യഹോവയല്ലാതെ ഒരു ദൈവവുമില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് യഹൂദന്മാർ. യഹൂദന്മാർക്കും പറ്റില്ല പറയാൻ എന്തെന്ന്, സീസർ ഈസ് ലോർഡെന്ന്. കൈസറാണ് കർത്താവെന്ന് പറയാൻ ആർക്ക് പറ്റില്ല? യഹൂദൻ്റെ വിശ്വാസം അനുസരിച്ച് പറ്റില്ല. അവരുടെ കൈസരുടെ മുദ്രയുള്ള നാണയം പോലും ദേവാലയത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. അത് ദേവാലയത്തിൻ്റെ പുറത്തുള്ള മാർക്കറ്റിൽ എന്ത് ചെയ്യണം? ഇത് കൊടുത്ത് ദേവാലയത്തിൻ്റെ മുദ്രയുള്ള കാശ് വാങ്ങിക്കണം. അതാണ് പണം എക്സ്ചേഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അവരെയാണ് കർത്താവ് തള്ളിക്കളഞ്ഞ മറിച്ചിടുകയൊക്കെ ചെയ്തത്. അത് അവിടെ ഇരിക്കട്ടെ, അത്ര സ്ട്രിക്റ്റായിട്ട് ഇരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഉണ്ടായെന്ന് വെച്ചത്, യഹൂദന്മാരെ ഒരു പദവി നേടിയെടുത്തു. അത് അവർ നെഗോഷിയേറ്റ് ചെയ്തതാണ് ഈ കാലഘട്ടത്തിൽ. അതായത് യഹൂദന്മാർ ഒരിക്കലും സീസർ ഈസ് ലോർഡ് എന്ന് പറയില്ല. ഞങ്ങളുടെ വിശ്വാസത്തിന് അത് എതിരാണ്. പക്ഷെ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ കൈസർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷെ ഞങ്ങളോട് എന്ത് ചെയ്യരുത്? കൈസര് ദൈവമാണെന്ന് പറയാൻ പ്രേരിപ്പിക്കരുത്. അങ്ങനെ ഒരു പുതിയ നിയമം അവരെന്ത് ചെയ്തു? അവർക്ക് അനുകൂലമായി നേടിയെടുത്തു. അതുകൊണ്ടാണ് റോമൻ രാജാക്കന്മാർ, ചക്രവർത്തിമാർ യഹൂദന്മാരെ പീഡിപ്പിക്കാതെ, പീഡനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഒഫീഷ്യൽ റിലിജൻ അല്ലെങ്കിലും അവർ അംഗീകരിച്ചു പോന്നു. അതായത് എൻ്റെ പേര് ഞാൻ മറന്നുപോയി, ലിസിറ്റ് എന്നാണ് പറയുന്നത്. അതായത് ന്യായമായ നീതി അല്ലെങ്കിൽ റോമാക്കാർ അംഗീകരിച്ചൊരു മതമായി മാറി. എന്താ? യഹൂദന്മാർ എങ്ങനെയാണെങ്കിൽ കർത്താവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾ സീസർ ഈസ് ലോർഡെന്ന് നിങ്ങളുടെ വിശ്വാസത്തിനെതിരായതുകൊണ്ട് പറയണ്ട. അപ്പോൾ അവർ സമർത്ഥമായിട്ട്, ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ ആ പേര് ഓർത്തിട്ട് പറയാം, അവർ സമർത്ഥമായിട്ട് ഈ റോമൻ ചക്രവർത്തിമാർ ഈ കാരണത്താൽ അവരെ പീഡിപ്പിക്കാതിരിക്കാൻ അവർ രക്ഷപ്പെട്ടു. ഗലാത്യ മുതലായ സ്ഥലങ്ങളിലെ സഭകളിൽ ക്രിസ്തീയ വിശ്വാസികളായവർക്കും പറയാൻ പറ്റില്ല എന്തെന്ന്, കൈസരാണ് കർത്താവെന്ന്. പക്ഷേ അവർ യഹൂദ മതത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ അവർക്ക് യഹൂദ മതത്തിനുള്ള ഈ പ്രത്യേക പദവി അവർക്ക് കൽപ്പിച്ചു കിട്ടും. എങ്ങനെ? ഞങ്ങൾ വേറൊരു മതമല്ല, നേരത്തെ പാസ്സാക്കിയിട്ടുണ്ടല്ലോ റോമൻ പാർലമെൻറ്റ്. എന്തെന്നാ? യഹൂദന്മാർ നമുക്ക് ദ്രോഹികളല്ല, അവർ നമ്മോട് പ്രാർത്ഥിക്കുന്ന, അവർ സീസർ കർത്താവെന്ന് പറഞ്ഞില്ലെങ്കിലും ആ കാരണത്താൽ അവർ പീഡിപ്പിക്കപ്പെടേണ്ട. അപ്പം രക്ഷപ്പെടാനൊരു മാർഗം എന്താണെന്നറിയാമോ? ക്രിസ്തീയ മാർഗം പാലിക്കുന്നവർ യഹൂദന്മാരാണെന്ന് പറഞ്ഞാൽ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാം. അത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? മനസ്സിലായോ? യെസ്. അതും ഒരു പ്രേരകമോ ആർക്ക്? ഗലാത്യ മുതലായ സഭകളിൽ ഈ സർക്കംസിഷൻ എടുക്കാൻ, അല്ലെങ്കിൽ പരിച്ഛേദന എടുക്കുകയും മോശയുടെ ന്യായപ്രമാണപ്രകാരം ജീവിക്കുകയും ചെയ്താൽ പീഡനത്തിൽ നിന്ന് ഒഴിവാം എന്നൊരു പ്രേരണയുണ്ട് ഈ സഭകളിലെല്ലാം. അപ്പോൾ പൗലോസ് നേരിടുന്നത് ഈ രണ്ട് പ്രശ്നങ്ങളാണ്. ഏതാ? പീഡനത്തിൽ നിന്ന് ഒഴിവാകാനായിട്ടുള്ള ഒരു പ്രേരക ശക്തിയും, അതേ സമയത്ത് യഹൂദനായിട്ട് വേണം ക്രിസ്ത്യാനിയാകാനെന്ന് വാശി പിടിക്കുന്ന യഹൂദ ക്രിസ്ത്യാനികളുടെ, അതായത് യഹൂദ മതത്തിൽ നിന്ന് ക്രിസ്ത്യാനികളായവരുടെ ദുഷ്പ്രചരണവും ദുരുപദേശവും, അതേ സമയത്ത് ഇത് കേൾക്കുന്നവരെ നമ്മൾ അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പീഡനങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടുമല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു പ്രേരകവും. ഇതിനെയാണ് പൗലോസ് ഗലാത്യ ലേഖനത്തിൽ ചെയ്യുന്നത്. അതിനുള്ള പ്രതിവിധി എന്താ? ഒറ്റ പ്രതിവിധിയെ പൗലോസ്, രണ്ട് പ്രതിവിധികളാണ് പരസ്പര ബന്ധമായ. ഒന്ന്, ഫെയ്ത്ത്, വിശ്വാസം. ന്യായപ്രമാണമല്ല, ക്രിസ്തുവേശുള്ള വിശ്വാസം. രണ്ട്, ഈ വിശ്വാസം നിമിത്തമായി നമുക്ക് ലഭിച്ച പ്രോമിസ്ഡ് ഹോളി സ്പിരിറ്റ്. വിശ്വാസം മാത്രം പോരാ, അതും പൗലോസ് പറയുന്നുണ്ട്. രണ്ട് ആക്സിസാണ്, അത് ആക്സസ്, രണ്ട് അച്ചുതണ്ടുകളാണ്. ഒന്ന്, ക്രിസ്തുവേശുള്ള വിശ്വാസം ന്യായപ്രമാണം അല്ല.
2, വിശ്വാസം മൂലം ന്യായീകരിക്കപ്പെട്ടവർക്ക് ദൈവം നൽകുന്ന ദാനമായ പരിശുദ്ധാത്മാവ്. ഇത് രണ്ടുമാണ് നമ്മൾക്ക് ആവശ്യം. അതിന് എന്ത് വില കൊടുത്താലും വില കൊടുക്കണം. പറയുന്നത് നമ്മളിന്ന് മനസ്സിലാക്കുന്ന കാര്യം 2-3 കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വരുന്ന ഞാനൊന്ന് ഓർമ്മിപ്പിച്ചിട്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാനാണ് പറയുക. അതായത് പരിശുദ്ധാത്മാവ് പ്രവർത്തനം. ഒരു കാര്യങ്ങൾ ഇന്നത്തെ പകൽക്കാലം ഞാൻ വീണ്ടും ആവർത്തിക്കാൻ ശ്രമിക്കുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലെ വെറും അന്യഭാഷയ്ക്കുള്ള ഒരു ഉപാധിയായി മാത്രം കാണരുത്. പരിശുദ്ധാത്മാവിനെ വിശ്വാസിയുടെ ജീവിതത്തിൽ അതിലും വ്യാപകമായ, ഇതിലൊക്കെ വിപുലമായ ഒരു പ്രവർത്തനങ്ങളുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്തുകൊള്ളണം? ഏൽപ്പിച്ചു കൊടുക്കണം. എങ്കിലേ ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി പൂർണ്ണമാകുകയുള്ളൂ. 2, ഇപ്പോൾ ഞാൻ പറഞ്ഞ വിഷയം, എന്ത് വില കൊടുത്തും എന്തു ചെയ്യണം? നമുക്ക് ഒരിക്കലായിട്ട് ലഭിച്ച ഈ സുവിശേഷത്തിന് വേണ്ടി പൊരുതണം. നമുക്കതിനെക്കുറിച്ച് നാളെ നമുക്ക് കാണാം. ന്യായപ്രമാണത്താൽ ഒരു ജഡവും എന്തു ചെയ്യുന്നില്ല? നീതീകരിക്കപ്പെടുന്നില്ല. 2-ാമത്തെ വാക്യം നിങ്ങൾ ഓർക്കണം, ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹങ്ങൾക്കോ പ്രവൃത്തികൾക്ക് അതിനെ എതിർക്കാനായിട്ട് എന്ത് ചെയ്യണം? ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ഞാൻ നാളത്തെ ക്ലാസ്സിനുള്ളൊരു സൂചന കൂടെ പറയുകയാണ്. ന്യായപ്രമാണവും ജഡവും ബന്ധപ്പെട്ടിരിക്കുന്നു, വിശ്വാസവും ആത്മാവും ബന്ധപ്പെട്ടിരിക്കുന്നു. ന്യായപ്രമാണം നാളത്തേക്കെൻ്റെ ഇൻട്രൊഡക്ഷനായത്. ന്യായപ്രമാണത്തിലുപരിയായ ഒരു ജീവിതമാണ്, ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നതാണ് ക്രിസ്തു മൂലം നീതീകരിക്കപ്പെട്ടവർ ആത്മാവിൽ നടക്കുമ്പോൾ സാധിക്കുന്നത്. ഇതിൻ്റെ നാളെ അടുത്ത ക്ലാസ്സുകളിൽ ഞാൻ എൻ്റെ വിശദീകരണം പറഞ്ഞ് നമുക്ക് വീണ്ടും തുടങ്ങാം.